السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء 36. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്ത് നിസായിലെ 36 മുതലാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. 36-ാമത്തെ ആയത്തിലൂടെ സാമൂഹികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടൊക്കെ നമ്മുടെ ചിന്തയിൽ വരേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആണ് 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. എന്തൊക്കെയാണ് അടങ്ങിയ നമുക്ക് പരിശോധിച്ച് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ഒന്നാമത്തെ വിഷയം അതാണ്, അല്ലാഹുവിനെ ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ആരാധന അല്ലാഹുവിനിക്ക് മാത്രം. അല്ലാഹുവിനോടുകൂടെ ആരാധനയിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയുള്ളൂ. എല്ലായിടത്തും പറയുന്ന ഒന്നാമത്തെ വിഷയം അതേ കാര്യം, ആരാധന അല്ലാഹുവിന് മാത്രം. അല്ലാഹുവിനോടുകൂടെ വേറെ വസ്തുക്കളെയൊന്നും പങ്കു ചേർക്കാൻ പാടില്ല. ആരാധനയിൽ പങ്കു ചേർക്കാൻ പാടില്ല. മറ്റു പല കാര്യങ്ങളും നമ്മൾ പങ്കു ചേർക്കാറുണ്ട്. ബിസിനസ്സിൽ പങ്കാളികളാവാറുണ്ട്. നമ്മൾ കൂട്ടുകാരും ബന്ധങ്ങളൊക്കെ അങ്ങനെ വേണമെന്നുള്ളതാണ്. പക്ഷേ ആരാധന സൃഷ്ടാവായ അല്ലാഹുവിനിക്ക് മാത്രം. കാരണം നമ്മൾ ഈ ദുനിയാവിൽ വേറെ ഏതൊരു വസ്തുവിന് ആരാധിച്ചാലും അതൊക്കെ അല്ലാഹുവിൻ്റെ സൃഷ്ടികളായതുകൊണ്ട്
അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആരാധന അള്ളാഹുവിനിക്ക് മാത്രമാണ്. ഇതാണ് ഒന്നാമതായി പഠിപ്പിക്കുന്നത്. നമ്മൾ കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴും ചൊല്ലുന്നൊരു ദിക്റാണത്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത് കൊണ്ടുവരികയാണ്. മാത്രമല്ല ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ നമ്മുടെ നിയ്യത്ത് ഇത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. വേറെ ഭൗതിക താല്പര്യങ്ങളും അതിലില്ല. ഇല്ലാതെയാവണം നമ്മൾ ഏത് അമലും ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിന് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകും. പണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, നിങ്ങൾക്ക് ഖുർആനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ്? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുതൂക്കം, ദർറത്താണ്, ഖർദലല്ല, കടുമണി തൂക്കമല്ല, അണുതൂക്കം. അപ്പോൾ ഒരു അണുതൂക്കം നന്മ ഒരാൾ ചെയ്താൽ അത്രയും ചെറുത്, സംശയിക്കാൻ കഴിയാത്ത രൂപത്തിൽ ചെറുത്, അതിന് പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ഉണ്ടാവും ചെറിയ കാര്യം ചെയ്താൽ. പക്ഷെ അവിടെ എന്ത് വേണം? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാകണം ആ ചെറിയ കാര്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ് വലിയ പ്രതിഫലം എന്നത്. അപ്പൊ നമ്മളിപ്പോ വിശാലമായ പുല്ല് ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നൊരു ഏരിയയാണ്. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ആരോ ഒരു സിഗരറ്റ് കുറ്റി വലിച്ചിട്ടാണ്ട് പോയതാണ്. ഇളങ്ങനെ നടന്നു പോകേണ്ട ആള്, ഇട്ടാള്. നമ്മൾ കാണുന്നത് ആ പുല്ലിനിങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങണേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ചെരുപ്പോണ്ട് ആണ് ചവിട്ടിയിട്ട് അത് കെടുത്തിയിട്ട് പോയി. അതിപ്പോ ആർക്കൊരു ബുദ്ധിമുട്ടില്ല, കാണാൻ മാത്രമുള്ളൊരു സംഗതി ഒന്നല്ല, ചെറിയൊരു സംഗതിയാണ്. പക്ഷെ അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു 4-5 സ്ഥലത്തുനിന്ന് ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടെ നിന്നൊക്കെ വന്നാലും അണയാത്ത രൂപത്തിൽ ഒന്നായിട്ട് പടർന്നു പിടിച്ച് വലിയ നാശത്തിനും നഷ്ടത്തിനും കാരണമാകുന്ന വലിയൊരു തീപിടുത്തായിരിക്കും ഒരു പക്ഷേ ഇയാള് ആ ചെരുപ്പോണ്ടൊന്ന് ചവിട്ടി ഇല്ലാതാക്കിയിരിക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ അതില്ലായിരുന്നെങ്കിൽ വലിയ നാശത്തിന് കാരണമാവും. അതുകൊണ്ട് അതിന് അയാൾക്ക് വലിയ കൂലിയായി. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അതുകൊണ്ടാണ് സ്വഹാബിമാരൊക്കെ പലരും അങ്ങാടിക്ക് ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യാനായിട്ട് പോയിരുന്നു. ഒട്ടപ്പുറത്തേക്ക് സാധനം കയറ്റുമ്പോൾ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ ജംഗ്ഷനുകളിലൊക്കെ വഴി അറിയാത്ത ആളുകൾ വന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അതിനൊക്കെ വേണ്ടി മാത്രം അന്ന് സൂചനാ ബോർഡുകളില്ലായിരുന്നു. അന്ന് ഇവരൊക്കെ സൂചിപ്പിച്ചു കൊടുക്കാൻ അവിടെ നിൽക്കുക ചെയ്യാം. ആലോചിച്ച് നോക്കൂ, അങ്ങനെയൊക്കെ അവർ കൂലി ഉണ്ടാക്കിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അൽ ഖിയാമ സൂറത്തില് ഖിയാമത്ത് നാളിനെ പറ്റിയൊക്കെ പറഞ്ഞു വന്ന് ഓരോരുത്തർക്കും അള്ളാഹ് വിവരം നൽകുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് പറയുന്നുണ്ട്. ചെയ്തതിനെ പറ്റി വിവരം നൽകാൻ. അങ്ങനെ അള്ളാഹു പൂർണ്ണമായിട്ട് നീതിമാനാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു. അപ്പൊ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ അതിനൊക്കെ നിബന്ധന എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ എല്ലാ ആരാധനകളും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവരോട് ശിർക്ക് വെക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ കാര്യം അള്ളാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അവിടെ നോക്കുക, അവിടെ അള്ളാഹുവിനെ ആരാധന പറഞ്ഞ ഉടനെ പിന്നെ സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും അവരെ കാര്യമാണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ആ വിഷയത്തിന്റെ ഗൗരവം ആലോചിക്കാൻ സഅദ് റളിയല്ലാഹു അൻഹു കാരണം ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മാക്കത് പറ്റിയില്ല. ഉമ്മ മറുഭാഗത്തായിരുന്നു. അങ്ങനെ ആ ഉമ്മ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന്റെ പേരിൽ മകന് എങ്ങനെങ്കിലും ഇസ്ലാമിന് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഉമ്മ നിരാഹാരം അനുഷ്ഠിക്കുക വരെ ചെയ്തു. അവസാനം അതിൽ ഉമ്മ പരാജയപ്പെട്ടു.
നമ്മൾ ഈ പാറ്റകൾ സമരം ചെയ്തപ്പോൾ കേന്ദ്രമന്ത്രി രാജിവെച്ചു എന്ന് പറഞ്ഞമാർക്ക് അവിടെ ഇവർ ജയിച്ചു. അവിടെ ഉമ്മ ഒരു സമരം ചെയ്തു, ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഈത്തപ്പഴം തിന്നൂല, കാരക്കൊന്നൂല, ഇസ്ലാമിന് രാജിവെക്കണം എന്നാണ്. 2 ദിവസം 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വന്നു. അവസാനം ചെവിയിൽ മന്ത്രിച്ചു, നിങ്ങൾ മരിച്ച് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടായി, വീണ്ടും നിങ്ങൾ നിരാഹാരം അനുഷ്ഠിച്ചു മരിച്ച്, അങ്ങനെ 100 വട്ടം ആവർത്തിച്ചാലും ഞാൻ മാറൂല. അപ്പോൾ അവർ നിരാഹാരം പിൻവലിച്ചു. ഈ സമയത്ത് അല്ലാഹു തആല 2 വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന്, സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു പറയാം. മറ്റൊന്ന്, സംഭവമൊക്കെ ശരിയാണ്, അവിടെ ഇസ്ലാമിന് രാജിവെക്കൂലെന്ന് തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അതേസമയം ഉമ്മാക്കും വാപ്പാക്കും എന്ത് ചെയ്യണം? പോലും മതത്തിന്റെ പുറത്തുള്ളവരാണെങ്കിൽ പോലും ഓൽക്ക് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്ന് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് ഇസ്ലാം. ആദർശത്തിൽ വിട്ടുവീഴ്ചയൊന്നും വേണ്ട. ബാക്കിയുള്ള ഭൗതിക വിഷയങ്ങളിൽ അവർക്ക് എന്താ ഹെൽപ്പ് ചെയ്യാം. ആ സമയത്ത് ഖുർആൻ 2 ആയത്ത് 412 പേജ് നോക്കി. 412 16-15 ആയത്തുകളിലാണ് ഇത് വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. ഈ 2 ആയത്തിലൂടെയാണ് ആ സമയത്ത് ഇറങ്ങിയതാണത്. വസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു, ബിവാലിദൈ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, അതായത് അവരെ നല്ലോണം നോക്കണം. എന്താ കാരണം എന്നറിയോ? പ്രത്യേകിച്ച് ഉമ്മ. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ലേശത്തിനുമേൽ ക്ലേശം, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഉമ്മ ഗർഭം ധരിച്ചത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. വഫിസ്വാലുഹു ഫി ആമൈൻ, അങ്ങനെ പ്രസവിച്ച് മുലകൂടി നിർത്താനുള്ള ടൈം 2 വർഷമാണ്. അതുകൊണ്ട് അനിഷ്കുർലി വലിവാലിദൈ, എനിക്ക് നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കളോടും നീ കൃതജ്ഞത കാണിക്കണം. ഇലയ്യൽ മസീർ, നമ്മിലേക്കാവുന്ന മടക്കാം. അങ്ങനെ അള്ളാനിലേക്ക് ചേർത്തിയിട്ട് പറയുന്നൊരു സംഗതി വേറുണ്ടാലോ വെച്ചാൽ, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നന്ദി ചെയ്യണം. അള്ളാഹു പറയണം മാതാപിതാക്കൾക്ക് എല്ലാ മക്കളെയും വിളിച്ചുട്ടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇനി പറയണം, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ. ഒരു വിവരമില്ലാതെ ചില വസ്തുക്കൾക്ക് എന്നോട് പങ്കു ചേർക്കണമെന്ന് ആ മാതാപിതാക്കൾ എന്നെ നിർബന്ധിപ്പിച്ചാല് അതിനൊരിക്കലും വഴിപ്പെടണ്ട കേട്ടോ. സയ്യിദ് റളിയല്ലാഹുവിനോട് നിർബന്ധിപ്പിച്ചിട്ട് അതാണ്, അതിന് വഴിപ്പെടണ്ട. അതേസമയം ദുന്യാവിൽ വളരെ മാന്യമായ രൂപത്തിൽ അവരോട് സാവസിക്കണം. മറ്റുള്ള വിഷയങ്ങളിൽ അവരോട് വളരെ മാന്യമായ രൂപത്തിലുള്ള സമീപനമാണ്, അവർക്ക് നന്മ ചെയ്യണമെന്നാണ്. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് കേരിച്ചു മടങ്ങിയവരുടെ മാർഗം നീ പിൻപറ്റുകയും വേണം. സുമ്മ ഇലയ്യ മർജിഉക്കും, നിങ്ങളെ മടക്കൊക്കെ നമ്മിലേക്കാണ്. ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളെ പ്രവർത്തനങ്ങളെ പറ്റി നാം നിങ്ങൾക്ക് വിവരം നൽകുന്നതാണ്. അപ്പോൾ മതത്തിന്റെ പുറത്താണ് മാതാപിതാക്കളെങ്കിൽ പോലും അവരെ പരിഗണിക്കണം, അവർക്ക് നന്മ ചെയ്യണം. പക്ഷേ ശിർക്ക് ചെയ്യാൻ
അവർ നമ്മളെ നിർബന്ധിപ്പിച്ചാൽ അത് മാത്രം കേൾക്കണ്ട, അംഗീകരിച്ചു കൊടുക്കണ്ട. ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് തെറ്റിന് പ്രേരിപ്പിച്ചാൽ അത് ചെയ്യണ്ട. അവർ തെറ്റിന് പ്രേരിപ്പിച്ചല്ലോ, ഇനി ഓലോട് മിണ്ടണ്ട എന്ന് പറഞ്ഞ് അവരെ പറ്റെ തഴയല്ല, ഓല സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. ഓരൊരിക്കലും വരാൻ തയ്യാറില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ല സമീപനം വേണം. കാരണം നമ്മുടെ ജന്മത്തിന് വലിയൊരു കാരണമായി അള്ളാഹു അതിനെ ഹേതുവാക്കി എന്നുള്ള. ഒരു ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്, നല്ല റിസ്ക് ഉണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആധുനിക ലോകം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണത്. ഉമ്മാക്ക് എത്ര മഹത്തുണ്ട്, വാപ്പാക്ക് എത്ര മഹത്തുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ രണ്ടാമത് അതാണ് പറഞ്ഞത്. ഇനി നോക്കൂ, വബിദിൽ ഖുർബാ, ശരിക്ക് വബിൽ വാലിദൈനി ഇഹ്സാനൻ വദിൽ ഖുർബാ എന്ന് പറഞ്ഞാൽ മതി. ആ ബാഗിനെ അവിടെ മടക്കി കൊണ്ടുവരേണ്ടതിന്റെ കാരണം എന്താ വെച്ചാൽ കുടുംബത്തിന്റെ കാര്യം ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അപ്പോ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കണം, ഒരിക്കലും ശിർക്ക് വെക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബാ, കുടുംബത്തിലുള്ളവർക്കും അവർക്കും എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. ഈ നന്മ ചെയ്യാൻ തന്നെ നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ നന്മ. പക്ഷേ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിലിപ്പോ ജ്യേഷ്ഠന്, അനിയന്, അവരെ മക്കള്, എളാപ്പ, മൂത്താപ്പ, അവരെ മക്കള്, അമ്മായി, അവരെ മക്കള്, അങ്ങനെയാണ് ഇതാണ് ഇപ്പൊ ഈ കുടുംബം എന്ന് പറയുന്നത്. കുടുംബങ്ങള്, ബന്ധങ്ങള്, അവരെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? ഉമ്മാന്റെ അഞ്ചത്തി, ജ്യേഷ്ഠത്തി, ഉമ്മാന്റെ ആങ്ങള, അങ്ങനെയൊക്കെ. ഇപ്പൊ ഇന്നലെ ഇപ്പോ ഒരാളെ കുത്തേറ്റ് മരിക്കേണ്ടത് പെങ്ങളെ കുട്ടികളെ കുത്തേറ്റാണ്. നല്ല ബന്ധങ്ങളാണ്. മുസ്തഫ നബിയുടെ പേരുള്ള ഒരാൾ ഇന്നലെ കുത്തേറ്റ് മരിച്ചു, പേര് മുസ്തഫ. ചാനലാരിങ്ങനെ ആവർത്തിച്ച് പറയാം, കൊലപാതകങ്ങൾ, ബന്ധങ്ങളാണ് ഈ നഷ്ടപ്പെടുന്നത്. കുത്തേറ്റ് മരിച്ചു. ആരാ? ശത്രുക്കളൊന്നല്ല, ഒക്കെ അകത്തുള്ളവരെന്നെ. ചെറിയ കാര്യങ്ങൾ. അത് ഇന്നലെ, ഞാൻ വേറെ. ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകളാ കേൾക്കുന്നത്. നോക്കി നിങ്ങൾ, ഖുർആൻ പറയാണ് അള്ളാഹ്ക്ക് ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പിന്നെ പറയണം വബിദിൽ ഖുർബാ, കുടുംബത്തിലുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം എന്നുള്ളതാണ്. രണ്ട് കൂലിയാണ്. സഹായിച്ച കൂലി ഉണ്ടാവും, കുടുംബ ബന്ധം ചാർത്തിയ കൂലിയും അള്ളാഹു താല തരുമെന്നാണ്. റഹീം എന്നാണ് അതിന് അള്ളാഹു താല കുടുംബബന്ധത്തിന് പറയാം. ഗർഭപാത്രം എന്നർത്ഥം വരുന്ന എന്നാണ് അത് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ അർശിനോട് അത് ബന്ധിച്ചിട്ടുണ്ട് എന്നാണ്. ഓരോ ദിവസവും അത് പറയുന്നുണ്ട്. മൻ വസ്സലനി വസ്സലഹുല്ലാ, എന്നെ ആരെങ്കിലും ചേർത്തിയാൽ അള്ളാഹു തന്റെ റഹ്മത്തിലേക്ക് അവനെ ചേർത്തും, എന്നെ ആരെങ്കിലും മുറിച്ചാൽ അള്ളാഹു റഹ്മത്തിൽ നിന്ന് അവനെ കട്ട് ചെയ്ത് കളയുന്നതാണ്. അവ കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാണ്. വബിദിൽ ഖുർബാ, അതുകൊണ്ടാണല്ലോ നോക്കൂ, ഈ ഖുൽ ഹുവല്ല സൂറത്ത് ഇറങ്ങുമ്പോ ഖുൽ, നാസ് സൂറത്തിലും അങ്ങനെ തന്നെ ഖുൽ, ഇഖ്ലാസ് സൂറത്തിലും ഖുൽ, ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അള്ളാഹു ഏകനാണെന്ന് പറയുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് പറയുക, പ്രഭാതത്തിന്റെ രക്ഷിതാവിൽ ഞാൻ കാവൽ തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പറയുക, ജനങ്ങളുടെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. ഇതുപോലെ ആ മൂന്ന് സൂറത്തിന്റെ മുകളിൽ ഖുൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന് പറയുക നബിയെ. അങ്ങനെ പറഞ്ഞില്ല. അവിടെ ഖുൽ എന്ന് അള്ളാഹു പറയാതിരിക്കാനുള്ള കാരണം, അവിടെ ആരെയാണ് ആക്ഷേപിക്കുന്നത്? നബിന്റെ മൂത്താപ്പാനെ. അപ്പൊ അതിനിപ്പോ ഖുൽ നബിയെ അങ്ങ് പറയുക എന്ന് പറഞ്ഞ് അത് വേണ്ട, മൂത്താപ്പല്ല, വാപ്പാന്റെ സ്ഥാനത്താണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു താല അവിടെ ഖുൽ എന്ന് ഒഴിവാക്കിയത്. ആള് നബിനെ ദ്രോഹിച്ചപ്പോ നരകത്തിലാണെന്ന് പറയുന്ന രംഗാണ്, കുറച്ച് ഗൗരവമുള്ളതാണ്. എന്നാലും നൈസായിട്ട് നബിനെ അവിടുന്ന് എന്തായി ആണ് മാറ്റി. അതിൽ ഖുൽ വരാതിരിക്കാനുള്ള കാരണം ബന്ധം അത്രക്കും പ്രധാനമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല വബിദിൽ ഖുർബാ എന്ന് പറഞ്ഞു. പിന്നീട് പറയാണ് വൽ യതാമ, യതീമുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം.
ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടതായിരിക്കും. യതീം, അനാഥകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനൊക്കെ അല്ലാഹു തആല വലിയ യതീമുകളെ സംരക്ഷിച്ച ആളെ പറ്റി നബി തങ്ങൾ പറഞ്ഞില്ലേ, അവര് ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമെന്ന് പറഞ്ഞ് ചൂണ്ടുവിരലും അതിനോട് അടുത്ത വിരലും നബി തങ്ങൾ കൂട്ടിപ്പിടിച്ചു എന്നാണ്. എല്ലാവരും ഒരു ആഗ്രഹമാണ്, നമ്മളിപ്പോ തിരുവനന്തപുരത്ത് പോയി മന്ത്രിന്റെ ഒപ്പം നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ മനുഷ്യനോ റാഹത്തേക്കാണ് ചിലർക്ക്, അല്ലെങ്കിൽ MLA കൂടെ, അങ്ങനെ അത്രയും ബന്ധാണ് അറിയാം. എന്നാൽ ഇതിലേറെ വലിയൊരു കുടുക്കൊക്കെ നമുക്ക് വരാണ്ട് മഹ്ശറയിൽ. അവിടെയാണ് നമ്മൾ നെട്ടോട്ടോടുക. അവിടെ നബി തങ്ങളുടെ കൂടെ നിൽക്കാൻ, ചാരത്ത് ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടുന്ന ചില്ലറ സംഗതിയാ. നബി പറഞ്ഞ ഞാനും അവരും ഇങ്ങനെ കാരണം ഈ ചൂണ്ടുവരലും അതിന്റെ അടുത്ത വരലും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അതൊരു പ്രധാന സംഗതിയാണ്. അതിനെന്ത് വേണം? യതീമുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ മതി, മനസ്സിലാക്കരുത്. ചിലപ്പോൾ യതീമുകൾ ഓൽക്ക് ഇഷ്ടം പോലെ മുതലും കാര്യങ്ങളും സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക സഹായം വേണ്ടിയില്ല, വേറെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യിക്കാരും വേണ്ടിയില്ല. ഏതാണോ വേണ്ടത് മർമ്മം അറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ്. ഓൽക്ക് നന്മ ചെയ്യുക, ഓൽക്ക് ഒരിക്കലും ദ്രോഹങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഒരിക്കലും ദ്രോഹങ്ങൾ ഉണ്ടാകരുത് എന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ വളരെ സുപ്രധാനമായ ചില ഹദീസുകൾ, ആ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കൂട്ടക്കാര് നബി തങ്ങൾ പറയാണ് അവരുടെ മേലിൽ, അതായത് നബി പറഞ്ഞത് അർബഅത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യുദ്ഖിലഹുമുൽ ജന്നാന. ആ 4 കൂട്ടക്കാരെ സ്വർഗത്തിൽ കടത്താതിരിക്കുക എന്നുള്ളത് അള്ളാന്റെ ഹക്കാണ്. നമ്മൾ ചിലപ്പോൾ പറയല്ല ആയിച്ചു കൊണ്ടായി എൻ്റെ ഹക്കാണ്, ഒരു വർത്താനം ജനിയത് അത് കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഹക്കാണ് അതുകൊണ്ടാ ഇങ്ങോട്ട് വർത്താനം പറയാം എന്ന് പറയും പോലെ 4 വിഭാഗത്തെ സ്വർഗത്തിൽ കടത്താതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹക്കാണെന്നാണ്. അതിൽ 4 കൂട്ടക്കാരെ പറഞ്ഞത്, ഒന്ന് മദ്യപാനി എന്നാണ്. നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ മദ്യപാനം, നമ്മൾ അങ്ങനെ തന്നെയാണ് മരിക്കുകയാണെങ്കിൽ അള്ളാന്റെ ഹക്കാണ് സ്വർഗത്തെ അവനെ അടുപ്പിക്കാതിരിക്കുക. ഒന്നാമത്തെ ആൾ. രണ്ടാമത്തത് അക്ലു റിബ, പലിശ തിന്ന. പലിശ തിന്നാൽ പലിശ പണം കൊണ്ട് ഉപജീവനം നയിക്കുക. അള്ളാന്റെ ഹക്കാണ് അവനെ സ്വർഗത്തിൽ കടത്താതിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് അക്ലു മാലിൽ യതീം, യതീമിന്റെ മുതൽ തിന്ന. അവന് സ്വർഗത്തിൽ കടത്താതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹക്കാണ്. നാലാമത്തത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, ഏതെങ്കിലും രൂപത്തിൽ ഉമ്മാനി ഉപ്പാനി അടങ്ങാടാക്കുക. നാലോചിച്ചു ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ തെറ്റി തിരുത്തിയിട്ട് മടങ്ങുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഓരോ കാര്യം പരിങ്ങലാണ്. ആദ്യം മദ്യപാനാണ്, അത്രക്കും വലിയൊരു വിഷയമാണ്. രണ്ടാമത്തെ പലിശയാണ്. അതുകൊണ്ടാണല്ലോ പലിശ സംബന്ധമായിട്ട് അൽ ബഖറയിൽ അല്ലാഹു തആല ആയത്തിറക്കിയപ്പോൾ അത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് കടം കൊടുത്തിട്ട് ഏറെ വാങ്ങുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ചില സഹാബിമാർ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ പിന്നെ ഞങ്ങൾ നേരത്തെ കൊടുത്തതിൻ്റെ, ഇനി ഞങ്ങൾ ആ പരിപാടി ഇല്ല, എന്നാലും നേരത്തെ ഞങ്ങൾ കൊടുത്തതിൻ്റെ പലിശ ആണ് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഇപ്പം 50,000 കൊടുത്താൽ 55,000 വേണമെന്ന് നിബന്ധന വെച്ചു. ഇനി ആ പരിപാടി പറ്റൂല എന്ന് പറഞ്ഞാണ്ട് അള്ളാഹു ആയത്തിറക്കി. അപ്പോ ഇവർ വന്നിട്ട് ചോദിക്കണമല്ല നബിയെ, പിന്നെ ഞങ്ങൾ നേരത്തെ വാങ്ങിയത് വാങ്ങിക്കൂടാന്ന് ചോദിച്ചു. ഇവിടെ നാട്ടുണ്ടാവൂല. അപ്പൊ അള്ളാഹു തആല ഇതിനെ പറഞ്ഞെന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ആ കിട്ടാളോ ഒഴിവായിക്കളെ, ഞാൻ കൂടണ്ട. ഫഇല്ലം തഫ്അലു, നിങ്ങളിത് തയ്യാറല്ലെങ്കിൽ ഫഅ്ദനു ബിഹർബി മിനല്ലാഹി വറസൂലി, അല്ലാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് കാത്തുന്നോളി. അത്രയും ഗൗരവമാണ് വേണ്ട. അതുപോലെ എല്ലാവരും ഒഴിവാക്കിട്ടോ, എന്നാലും പിന്നെ എന്ന് പറയുമ്പോൾ ചീഞ്ഞു കൂടിയില്ല, അത്രക്കും ഗൗരവമാണ്. അതേപോലെ മദ്യത്തിന് പിന്നെ അവർ അങ്ങനെയും ചോദിച്ചില്ല. നമ്മൾ മഴയൊക്കെ പെയ്താൽ റോഡ് സൈഡിലൂടെ ഒന്നായിട്ട് വെള്ളം ഒഴുകി വരുന്നത് പോലെ മദീനയിലെ പിന്നെ ഒരു കള്ള് ഷാപ്പിൽ ഇവരുണ്ടാക്കി വെച്ച കള്ള് അമ്മാതിരി കൂടിയായിരുന്നു.
അതിൻ്റെ ആ തോൽപാത്രമൊക്കെ പാടാണ് പൊട്ടിച്ചിട്ട് ഇതൊന്നായിട്ട് ഒഴുകിയിട്ട് വെള്ളം ഒന്നായിട്ട് കുത്തി ഒലിച്ച് വരുന്നത് പോലെ ഈ കള്ളൊഴുകിയെന്നാണ്. അത് ആലങ്കാരികമായിട്ട് പറയല്ല, അക്ഷരാർത്ഥത്തിൽ അതിന് മാത്രം ഒലിച്ചു എന്നാണ്. അങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടാവുകയാണ്. ഇപ്പം നാളെ ഞങ്ങൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പിടിച്ചപ്പോൾ ഗോഡൗണിൽ ഒന്നായിട്ട് ചാക്ക് കണക്കിന് ഉൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ, അത് ചാക്ക് കണക്കെന്ന് പറയുമ്പോൾ അനവധി ചാക്കുകൾ രഹസ്യ അറകളിൽ സൂക്ഷിച്ചു വെച്ചതാണ് വീട്ടിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായിരുന്നാലും അവര് പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു കൂടിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കാര്യം നബിതങ്ങൾ പറഞ്ഞത്, അള്ളാന്റെ ഹക്ക് പറഞ്ഞ എന്താണ്, സ്വർഗത്ത് കടത്തില്ല എന്നുള്ളത് യതീമിന്റെ മുതൽ എന്നാണ്. അപ്പോൾ ജ്യേഷ്ഠന്മാരേക്കാരം ചിലപ്പോൾ അതിലിപ്പോൾ പിന്നെ ജ്യേഷ്ഠന്റെ കുട്ടികളെ മുതലേക്കാരം, അല്ലെങ്കിൽ അഞ്ചന്റെ കുട്ടികളെ മുതലാണ് ഒരു മരിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ കുട്ടികൾ യതീമുകളാണ്. ഇളച്ചിയോ മൂത്തച്ചോ ഓൽക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി വലിയൊരു ഇതുണ്ടാവില്ല. അപ്പം എന്താ ചോദിക്കാനും പറയുന്ന നാളിലല്ലോ ഓല തേങ്ങെടുക്കുക ഉദാഹരണം, അല്ലെങ്കിൽ അവിടുന്ന് അടക്കെടുക്കുക, റബ്ബർ എടുക്കുക. ആ റബ്ബർ എന്നൊന്നില്ല, അതിൻ്റെ പൈസ കൊണ്ട് ഭക്ഷണം കൊടുത്താൽ മതി. ഏതാണെങ്കിലും അങ്ങനെ ആലോചിച്ചോക്കെ. ഇപ്പം ഇന്നിപ്പോൾ രാവിലെ ഒരാൾ എന്നോട് ചോദിച്ചു, പലിശ പൈസ കുറച്ചുണ്ടായിരുന്നു, തെങ്ങിന് കോഴിക്കാട്ടിടാൻ പറ്റുമോ? ഇന്ന് രാവിലെ ചോദിച്ചു, തെങ്ങിന് കോഴിക്കാട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു, കോഴിക്കാട്ടാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, കോഴിക്കാട്ടാണെങ്കിലും സംഗതി കോഴിക്കാട്ടാണെങ്കിലും ആ കോഴിക്കാട്ടം വളമുള്ളോ. അപ്പൊ അത് കാരണമാണ് പിന്നെ എന്തുണ്ടാകുന്നുണ്ട്, തേങ്ങ ഉണ്ടാകുന്നുണ്ട്. അതാണ് പിന്നെ അരക്കേണ്ടത്, നല്ല അരച്ച കറി എന്ന് പറയുന്നത്. അതാണ് പിന്നെ ശരീരത്തിന് നമുക്ക് എനർജി ഇട്ടുണ്ട്. അതിനാണ് പിന്നെ നമ്മളെ ഇബാത്ത് വരേണ്ടത്. ഇതെങ്ങനെ ഇട്ടാലും പ്രശ്നമാണ്. എന്നിട്ട് സുബൈക്ക് ചോദിച്ചാണ് ഒരാൾ, പലിശ പൈസ ഉണ്ടതിന് കോഴിക്കാട്ടം വാങ്ങാൻ പറ്റുമോ? കോഴിക്കാട്ടല്ലേ എഴുതി ചോദിച്ചാൽ മൂപ്പര്. പക്ഷെ ഇതൊക്കെ പ്രശ്നമല്ലേ, പ്രശ്നമാണ്. അപ്പോൾ യതീമുകളുടെ ധനം നോക്കൂ, എങ്ങനെയും ഒപ്പിക്കാൻ പറ്റുമോ നോക്കാട്ടെ. ഇത് ഒപ്പിക്കാൻ നമ്മളൊന്നിനും മൂളി കിട്ടിയ ആ പേരാണ് നമ്മൾ കുടുംബം ചോദിച്ചു. നമ്മൾ വേഗം കഴിച്ചില്ലാൻ വേണ്ടി നമ്മൾ നേരം പോകേണ്ടേ തീർച്ചയായിട്ടും മൂളിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ യതീമിൻ്റെ മുതൽ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ യതീമുകളെ നല്ലോണം അവർക്ക് നന്മ ചെയ്യണം. നോക്കൂ, യതീമുകൾക്ക് നല്ലോണം നന്മ ചെയ്യണം, അതാണ്. അപ്പോൾ ശിർക്ക് പാടില്ല. പിന്നെ പറയണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, കുടുംബത്തിന് അതുപോലെ. പിന്നെ പറയുന്നത് വൽ മസാകീൻ, അഗതികൾ. അഗതികൾ എന്ന് പറഞ്ഞാൽ മിസ്കീന്മാര്. അപ്പൊ ഫക്കീർ എന്തായിരുന്നാലും പെട്ടു, പാവപ്പെട്ട ആളുകൾ എന്നതിൻ്റെ ഉദ്ദേശം. പാവപ്പെട്ട ആളുകൾ, പാവപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാറൊക്കെ ഉണ്ടാവും പാവപ്പെട്ടവർക്ക്, അങ്ങനെ ഉണ്ടാവും. 4 ടയർ ഉണ്ടാവുന്നേ ഉള്ളൂ, അതിന് വെറ്റിക്കൊണ്ടുണ്ടാവും. അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, ഇപ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് ഒരു കപ്പല് ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പലക പൊളിച്ചല്ലോ അല്ലേ? ആ കപ്പലിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ, അത് മിസ്കീന്മാരുടെ ഒന്നാണ്. അപ്പൊ എന്താ, ആള് മിസ്കീനായി കാരണം ചിലപ്പോൾ ഒരു കാറുണ്ടാവും, ടാക്സിയെ കാരണം ചിലപ്പോൾ അതേ കാരണം ഉപജീവനത്തിന്റെ വഴിയെ കാരണം. ഇവിടെ പാവപ്പെട്ടവരെ കപ്പൽ പറഞ്ഞാൽ ഷെയർ എടുത്തുകൊണ്ട് ഒരു ടീമിന്റെ കപ്പലാണത്. ഓൽക്ക് ആ കപ്പൽ ഓടിയിട്ട് കിട്ടേണ്ടതാണ് ഓല വരുമാനം. ഒരു പാവപ്പെട്ടവർ തന്നെയാണ്. ഈ മിസ്കീന്മാർ പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു 20% ഓൽക്ക് വരുമാനത്തിൽ ചെലവ് കുറവുണ്ടാവും. അങ്ങനത്തെ മിസ്കീന്മാർ 20% അല്ലെങ്കിൽ അതിന് വേല അത്രയിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ, അപ്പൊ പിന്നെ നമ്മൾ ഒരു 20% ആകെ വരുമാനം ഇല്ല, 80 കടത്തിൽ കലാശിക്കുണ്ടോ, എന്തായിരുന്നാലും അതിന് പെടുമല്ലോ. അപ്പൊ എന്തായിരുന്നാലും പാവപ്പെട്ട ആളുകൾ, അഗതികളായ ആളുകൾ, അവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും. അവർ നിങ്ങൾ നന്മ ചെയ്യണം. പിന്നീട് അല്ലാഹു പറയാണ്, വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനൂബ്, കുടുംബ ബന്ധമുള്ളവരും അന്യരുമായ നിങ്ങളുടെ അയൽവാസികൾ, അവർക്കും നന്മ ചെയ്യണം. ഞാൻ ഈ ആയത്തിനിക്കണ ഓർമ്മ എപ്പോഴും അറിയോ, ഇപ്പോൾ ഞാൻ നാളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരാള്. അയാള് ബുദ്ധിയൊക്കെ ഉണ്ട് കുറച്ചൊക്കെ, പക്ഷെ പറയുന്നത് കുറേ പൊട്ടത്തരേകാരം. അയാൾ പറഞ്ഞാൽ ഞാൻ ഖുർആൻ മുഴുവനും പരിശോധിച്ചിട്ടുണ്ട്. ഒരിക്കൽ അയാൾ പറയുന്നുണ്ട്, ഖുർആൻ മുഴുവൻ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു അയൽവാസികളെ ആദരിക്കണം എന്നെങ്കിലും പഠിപ്പിച്ചു. ഈ ഖുർആനിൽ നന്മ പറയുന്ന ഒരൊറ്റ വചനമില്ല. ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ഖുർആൻ തൊട്ട് നോക്കിയിട്ടില്ല. ഒക്കെ ഒരാൾ എന്നെ പറയുന്നുണ്ട്, ഖുർആൻ തൊട്ട് നോക്കിയിട്ടില്ല, ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു എന്ന് പറയേണ്ട ആളെന്നെ ഒരിക്കൽ പറയാണ്, ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയിട്ടുണ്ട്.
എന്നിട്ട് മൂപ്പര് പറയാണ് ഖുർആനിൽ ഒരു അയൽവാസികളെ ബഹുമാനിക്കണം എന്ന് യേശു ക്രിസ്തു അങ്ങനെയും പറഞ്ഞു. ഇളാനി ക്രിസ്ത്യാനിയായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്നും താങ്ങിയതേ. ഖുർആനിൽ അങ്ങനെ ഒരു വചനവുമില്ല, ഒറ്റ നന്മയില്ല. 6000-ലധികം ആയത്തുള്ള ഒറ്റ നന്മയില്ല എന്നാണ്. ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു നേരെ പറയാ വൽ ജാരിദിൽ ഖുർബാ, കുടുംബബന്ധമുള്ള അയൽവാസിയെ അവർക്ക് നന്മ ചെയ്യണം. അത് മാത്രല്ല വൽ ജാരിൽ ജുനുബ്, പിന്നെ കുടുംബബന്ധമില്ലാത്ത അന്യരായ അയൽവാസികൾ അവർക്ക്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും കൃത്യമായിട്ട്. പിന്നെ ഈ അയൽവാസികളെ നമ്മൾ ആദരിക്കണം 3 രീതിയിൽ വരുന്ന അയൽവാസികൾ, 3 രീതിയിൽ. അതിൽ ഒന്നാമത്തെ എന്താ നിങ്ങൾ, ഒന്ന് വെറും അയൽവാസി എന്നുള്ളതുണ്ടാവും, കുടുംബം ഉണ്ടാകും, മുസ്ലിം എന്നുള്ളതുണ്ടാകും. ഇതാണ് 3 നമ്മളെ നേരടുത്ത് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാള്, മുസ്ലിമായ ഒരാള് അയൽവാസി ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് 3 ഘടകങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒന്ന് ജാറ്, മിക്സിന്റെ ജാറല്ലോട്ട് അയൽവാസി എന്നുള്ളത്. രണ്ടാമത്തത് ഖറാബ, കുടുംബം. മൂന്നാമത്തത് ഇസ്ലാം. അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലേ നമ്മൾ, മതം. 3 ഘടകങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ എന്താ വെച്ചാൽ പിന്നെ കുടുംബം ഉണ്ടായിക്കോണമെന്നില്ല, പിന്നെ ജാറുണ്ടാവും, അയൽവാസിയാണെന്നുള്ളത് ഉണ്ടാവും, പിന്നെ ഇസ്ലാം എന്നുള്ളത് ഉണ്ടാവും. ഇനി മൂന്നാമത്തതിൽ പിന്നെ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഇസ്ലാമും ഇല്ല ഖറാബത്തും ഇല്ല, ഏത് മാത്രം അയൽവാസി എന്നുള്ളത്. അതാണ് അമുസ്ലിങ്ങളായ സഹോദരങ്ങളൊക്കെ. ഇത് എല്ലാം പരിഗണിക്കണം, എല്ലാം പരിഗണിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത് അക്രിം ജാറക വലൗ കാന കാഫിറാ, സത്യനിഷേധിയാണെങ്കിൽ പോലും നിന്റെ അയൽവാസിയെ നീ ആദരിക്കണം എന്നാണ്. സത്യനിഷേധിയാണെങ്കിൽ ഈ അയൽവാസി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അയൽവാസി ചില ഘട്ടങ്ങളിൽ നമുക്ക് കുടുംബത്തെക്കാളും സുഹൃത്തുക്കളെക്കാളൊക്കെ ആദ്യം ഉപകരിക്കാരാണ് അയൽവാസികളാണ്. കാരണം അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദുരന്തം ഉണ്ടാവുമ്പോൾ ആദ്യം ഓടി വരാനുള്ളത് അയൽവാസികളാണ്. മലപ്പുറത്ത് താമസിക്കുന്ന നമുക്ക് കാസർഗോഡ് കുറേ കുടുംബക്കാരുണ്ട്, മംഗലാപുരത്ത് കുറേ ഉണ്ട്, ദുബായിൽ കുറേ മുതലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരു ദുരന്തം വന്നാൽ ആദ്യം നമുക്ക് ഓടി വരാനുള്ളത് അയൽവാസികളാണ്. അപ്പൊ ആ അയൽവാസികളെ എപ്പോഴും നല്ല ഐക്യത്തിലും നല്ല സ്നേഹത്തിലുമാണ്. ഞാൻ മനസ്സിലിങ്ങനെ ഉടക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്, ഞാൻ ചെന്ന് കണ്ടതുകൊണ്ട് പറയാട്ടോ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അയൽവാസികൾക്ക് ജീവിക്കാൻ എന്ന് ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അയൽവാസികൾ തമ്മിൽ ഒരു കൂട്ടർ ബന്ധമില്ലാത്തതിന് ഞാൻ കണ്ട രംഗ പറയുന്നുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വരച്ചു തരാം. എന്നോട് ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, എനിക്ക് വിശ്വാസം വന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, നിങ്ങളൊന്ന് കണ്ടോളി ഉസ്താദ് തന്നെയാണ്. ഇനി ഇതിലങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ, ഉള്ളിൽ കൂടി ഇതിലങ്ങനെ ഒരു വഴിയുണ്ട്. ആ വഴിക്കുള്ള ഗേറ്റാണ്. പിന്നെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ അങ്ങോട്ടാണ് ഈ ചെറിയ ഗേറ്റ്. ഇവിടെ ഒരു 2-3 വീടുകളുണ്ട്, ഇവിടെ ഒരു ഒറ്റ പെരയാണ്. ഇപ്പൊ എന്താ സംഭവം എന്നറിയാം, ഈ 3 വീട്ടുകാർക്കുള്ള ഒരു 4 അടിയോ 3 അടിയോ ഉള്ള വഴിയാണ് ഇതിലെ. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ പരിചയം ഉണ്ടാവും. ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് വരച്ച് കാണിച്ചെന്നു പറഞ്ഞോടി, കുഴപ്പമൊന്നുമില്ല, എന്നാലും നന്നാകുകയാണെങ്കിൽ. ഞാൻ ചെന്ന് കണ്ടാണ്. ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്കാണ് കയറിയാൽ, ഈ ഗേറ്റിന്റെ ഉള്ളിലേക്കാണ് കയറിയാൽ ഇവിടെ 2-3 വീടുണ്ട്. ആ 2-3 വീട്ടുകാർക്കുള്ള 3 അടി വഴിയറ്റേ ഉണ്ട്, നടക്കാനുള്ള വഴിയാണ്.
ഇപ്പുറത്തുള്ള പെരക്കാരൻ ഇതിനോട് അടുപ്പിച്ചിങ്ങോട്ട് വഴി വിശാലാക്കിയിരിക്കണം. ഇയാൾക്ക് കാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ എപ്പോഴും ഈ ഗേറ്റ് പൂട്ടിയിട്ട് കൊണ്ടേക്കാറ്. എന്താ കാരണം? ഈ വഴി കൂടി ഒന്നായിട്ട് ഇവർ വണ്ടി കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട്. ഇതിക്കിപ്പോ ഇവരും കൂടി ഇവരെ വണ്ടി കൊണ്ടുപോയാൽ ഇയാൾക്കൊന്നും വരാനില്ല. പക്ഷെ ഈ 3 അടി കഴിഞ്ഞാൽ ബാക്കി ഇപ്പുറത്തേക്കുള്ള വഴി ഉണ്ടല്ലോ, അത് ഇയാളതാണ്. അയക്ക് ഇവരെ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഇയാളെ വീട്ടിൽ നിന്ന് കാർ എടുക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ കാറ് കൊടുന്ന് നിർത്തിയിട്ട് ഗേറ്റ് തുറന്നിട്ട് കാറ് പുറത്തേക്ക് ഇട്ടിട്ട് ഗേറ്റ് പൂട്ടി മൂപ്പര് പോകുള്ളൂ. ഇനി മൂപ്പര് വന്നാൽ ഇവിടെ കാറ് നിർത്തിയിട്ട് ഇടങ്ങാറായി ഈ ഗേറ്റ് തുറന്നിട്ട് വണ്ടി ഉള്ളിൽ കിട്ടുക, പിന്നെ ഇത് പൂട്ടി ഇവരൊറ്റ വരെ വണ്ടി കൊണ്ടുപോയി കരുതിയിട്ട് ഈ 3 വീട്ടുകാരെ വണ്ടിയൊന്നും പുറത്ത് എവിടെയും നിർത്തണം. കാരണം ഇവർക്ക് ഇവിടെ സ്ഥലമില്ല ഈ കയറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കയറ്റാൻ. ആലോചിച്ചോ, പോയി ഈ ഗേറ്റ് മൊത്തത്തിൽ തുറന്നിട്ടിട്ട് ഈ 3 അടി വഴിയിനോട് ചേർത്തിയിട്ടാണ് ഇയാളെ വഴി. ഈ 3 അടി വഴിയിനോട് ചേർത്തിട്ടാണ് ഇത്. രണ്ടും കണ്ട ഒരേപോലെ നമുക്ക് ഉള്ളിലേക്ക് തോന്നാം. അപ്പം മനസ്സിക്ക് ഈ ഒരു കെടുമ്പ് എത്രമാത്രം ഉണ്ട്. ഇത് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കണ്ട, ഓലൊക്കെ കൊണ്ടേക്കോട്ടെ എന്ന് പറയണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരു തീപിടുത്തോ കാര്യങ്ങളോ വന്നിട്ട് എന്തേലും ഉണ്ടായാൽ ആദ്യം ഓടി വരാനാരാ? വരണ്ട. ഇനിയൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ ഇയാൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നാൽ ഇതിന്റെ ചാവി പൂട്ടിക്കാണ്ട് ഇയാളെ അരിയിൽ എവിടെയും പാത്തച്ചാണ് ഈ കാണാൻ ഇറങ്ങാറായില്ലേ. എന്താണ് ഈ ജീവിതത്തിൽ എന്ത് സുഖമുള്ളത്? നേരെ മറിച്ച് ആ വീട്ടുകാരും കൂടി അവരും കൂടി ആ വണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്താ വരാനുള്ളത്? എന്താ ഇയാളിഞ്ഞിപ്പോ മരിച്ചു പോകുമ്പോ അതൊക്കെ കൂടി ടയർ ഇട്ടുകാണ്ട് കുന്തിക്കാണ്ട് കവറിന്റെ അവിടെ കൊണ്ടുപോകും. പള്ളിക്കാട്ടിൽ ഇല്ലല്ലോ. ഇത്രമാത്രം ഇതിപ്പോ നമ്മളെ ഈ വേങ്ങര പരിസരത്ത് ഉള്ള ഒരു വീടിന്റെ അവസ്ഥ ഞാൻ ദൂരല്ല, നമ്മളവിടെ അടുത്ത് പരിസരത്തുള്ള ഒരു വീട് എന്നോട് കാണിച്ചെന്നാണ് കുട്ടികൾ കൊണ്ടുപോയിട്ട്. അതിൻ്റെ അടുത്ത് ചായ കൊണ്ടുപോയിക്കാണ്ട് ക്ലാസ് കഴിഞ്ഞാണ്ട് ഒരു ചായ എടുക്കാൻ കൊണ്ടുപോയിക്കാണ്ട് എനിക്ക് കാണിച്ചെന്ന് നോക്കി നിങ്ങളൊന്ന് സംസാരിക്കുക ചോദിച്ചു. പിന്നെ ഓലെ എന്നോട് പറഞ്ഞു നിങ്ങൾ വഷളാവും വേണ്ട. എന്താ ഇവർക്കൊക്കെ എന്താ ഇവന് മരിച്ചു പോകണമെന്നുള്ളൊരു ചിന്തയിലേറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവത്തിനാണ് അള്ളാഹു പറയുന്നത്. കുടുംബ ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ 3 രീതി പറഞ്ഞു. അയൽവാസി, കുടുംബം, ഇസ്ലാം. ഇത് 3 കൂടി യോജിച്ച പേരും കൂലിയേകാർ. അല്ലെങ്കിൽ അയൽവാസി കുടുംബം, അല്ലെങ്കിൽ അയൽപ്പക്ക കുടുംബവും ആവൂല, മതത്തിലും ഇല്ല, എന്നാൽ ഏതെങ്കിലും ഉണ്ടാവും അയൽപ്പക്കക്കാരനാണ് ഓന് പരിഗണിക്കണം. അതാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആട്ടിന്റെ മാംസം കൊണ്ടുവന്ന് കറി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കും, എന്നിട്ട് അയൽപ്പക്കക്കാരന് കൊടുക്കും. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അയൽപ്പക്കത്ത് ഒരു ജൂതനായിരുന്നു, പരമാവധി നമുക്ക് ശല്യം ഉണ്ടാക്കേണ്ട ആളാണ്. എന്നിട്ടും ആട്ടിന്റെ കറി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ട് അയൽപ്പക്കം കൊണ്ടു കൊടുക്കും. കാരണം അവര് അയൽപ്പക്ക ബന്ധം എന്ന് പറഞ്ഞാൽ അത്രക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതെന്നാണ്. പിന്നെ ചിലര് അവർക്കെല്ലാം താല്പര്യം ഉണ്ടാവും, മറുഭാഗത്തും കൂടി ഇങ്ങോട്ടും താല്പര്യം വേണ്ടേ, അപ്പൊ അല്ലേ രസം ഉണ്ടാകുക? അതുണ്ടാവൂല. അതിനെപ്പറ്റി നബിതങ്ങളോട് പറഞ്ഞത്, എന്നാലും നിങ്ങളെ ധർമ്മം നിർവഹിച്ചോളൂ, അവരിങ്ങോട്ട് ഏതെങ്കിലും രൂപത്തിൽ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ചവന്റെ ഭാഗത്തുനിന്ന് വലിയ കൂലി ഉണ്ടാവുന്നതാണ്, ക്ഷമിച്ചാളി. എന്നാലും അവരെ പോലെ നമ്മളാകണ്ടാകും. ഇപ്പൊ ചിലപ്പോ ചിലർക്ക് അയൽപ്പക്കക്കാരെന്തേലും കൊടുന്നെടുത്താൽ സ്വീകരിക്കാൻ മടിയേക്കാറ്, അവർക്ക് ഭയങ്കര ദീർഘവീക്ഷണേക്കാറ്. അതിപ്പോ സ്വീകരിച്ച് അങ്ങോട്ടും കൊടുക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഈത്തപ്പഴം മറ്റങ്ങോട്ട് കൊടുന്നെന്നാൽ അത് സ്വീകരിച്ചാൽ ഇവിടുത്തെ കുഞ്ഞുമോൻ വരുമ്പോൾ അങ്ങോട്ടും കൊടുക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേണ്ട തന്നെ. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ അവിടെ ആരെങ്കിലും വന്നാൽ ആഗ്രഹിക്കണ്ട അപ്പുറത്ത് വന്നാല്. പക്ഷെ ഒരു മനുഷ്യൻ തൃപ്തിപ്പെട്ട് ചിലപ്പോൾ ശക്കന്റെ മുറിയേക്കാരം അല്ലെങ്കിൽ 4 മാങ്ങയ്ക്കാരം, അതൊക്കെ സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഈ ഞങ്ങൾക്കിത് പറ്റൂല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പറ്റൂലെങ്കിലും തിന്നാൻ പറ്റുന്നതാണെങ്കിൽ ഓരോന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് സ്വീകരിക്കണം. അങ്ങനെ വേണ്ട. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല റാഹത്തേക്കാരം. അത് പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യൂല, കാണിക്കൂല. ഇപ്പോഴും ഉണ്ട് അങ്ങനെ. തീരെ നമ്മൾ ഇത്ര കാലമൊക്കെ മാറിയിട്ടും ആ വിഷയത്തിൽ യാതൊരു മാറ്റമില്ലാത്ത ആളുകളുണ്ട്. യാതൊരു മാറ്റമില്ലാത്ത.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അറിയാം ഞങ്ങൾ എത്ര സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ കൊണ്ടൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്യാനും കൂടി കഴിയാത്തൊരവസ്ഥ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ സഹായം വേണ്ടി വരാം. ഞാൻ നാളോട് പറഞ്ഞില്ലേ, സ്ഥലം വിറ്റിട്ട് പള്ളിയേക്കാണ് കൊടുത്തു, നെഞ്ചുവേദന ഉണ്ടായതാ. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാ, 3 കാറ് വിറ്റത്തുണ്ട് ഉസ്താദെ, അയലോക്കത്തെ ഓട്ടോറിക്ഷയിലാണ് പോയത്. മഞ്ചേരി കൊരമ്പ ഹോസ്പിറ്റലിലേക്ക്, കൊരമ്പയിൽ ഹോസ്പിറ്റലിലേക്ക്. അതെന്നോട് പറയാം, ഡ്രൈവ് ചെയ്യാനില്ല, പൊട്ടിക്കൊണ്ട് വയർത്തിട്ട് നെഞ്ചുവേദന ഉണ്ടായതാണ്. മക്കളൊന്നും ഇല്ല സ്ഥലത്ത്, ഒക്കെ വിദേശത്താണ്. ആ പോണ്ട പോക്കിൽ ഇങ്ങനെ ഓർത്തതാണ് എന്തിനാ ഇപ്പൊ ഇതൊക്കെ. അന്നേരം ചിന്തിച്ചാണ് പള്ളി ഒന്ന് വലുതാക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരും. അപ്പൊ നമ്മൾ ഈ അയൽപ്പക്ക ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഒന്ന് ഓടി വരാനും മറ്റുക. അപ്പോൾ അത് പരസ്പരം നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. നോക്കൂ, ഈ ആയത്തിലൂടെ പറയുന്നത് വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. പിന്നെ വീണ്ടും പറയാണ് വസ്വാഹിബി ബിൽ ജംബ്, സഹവാസികൾ, സുഹൃത്തുക്കൾ. അതിനൊരുപാട് വ്യാഖ്യാനമുണ്ട്. സഹവാസികൾ എന്ന അവിടെ ഒന്നുകൊണ്ട് ഉദ്ദേശം ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊരു അഭിപ്രായമുണ്ട്. ഭാര്യയും ഭർത്താവും. അതല്ല, ഓരോരുത്തർക്കും ഉണ്ടാവും അടുത്ത സുഹൃത്തുക്കൾ. ഏതൊരാളാണെങ്കിലും രണ്ടാളും വലിയ ബന്ധാണെന്ന് പറയും. നമ്മൾ കട്ടക്കൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അതാണ് സാഹിബു ബിൽ ജംബ് എന്ന് പറഞ്ഞ ഉദ്ദേശം. അല്ല, ഇൽമു പഠിക്കാൻ വേണ്ടി ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നവർ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു മജ്ലിസിൽ എന്നും ഒരുമിച്ച് കൂടുന്നവർ. നിങ്ങളെങ്ങനെ ബന്ധം? ഞങ്ങളവിടെ പിന്നെ ആ സ്വലാത്തിൽ ഒരുമിച്ച് കൂടലുണ്ട്, ആ ദിക്റിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടലുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടലുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ ഒരുമിച്ച് കൂടുന്നവർ, അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെയും എന്തുണ്ട്, പിന്നെ ഒരുപാട് ഉദ്ദേശങ്ങൾ അതിന് കാണാൻ സാധിക്കും നമുക്ക്. ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളടക്കം അതാണ് അതിന്റെ ഉദ്ദേശം. ഇനി നോക്കൂ, അടുത്തത് വബിനിസ്സബീൽ, സഞ്ചാരികളായ ആളുകൾ, അവർക്കും നന്മ ചെയ്യണം. സഞ്ചാരികൾക്കും നന്മ ചെയ്യണം. സഞ്ചാരികൾക്ക്, സഞ്ചാരികളുടെ യാത്രക്കാര്, അവർക്ക് നന്മയാണ്. ആവശ്യമുണ്ടെങ്കിൽ മതിട്ടോ. യാത്രക്കാരായ ആളുകൾ പണ്ടൊക്കെ എന്നാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു യാത്ര. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വലിയ പുണ്യാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ, ഈ ഹോട്ടലുകളും സിസ്റ്റമൊക്കെ ഉണ്ടായതുകൊണ്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, ഭക്ഷണം കഴിക്കാനും സൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് വേറുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. എന്നാൽ അത് ഒന്നും മതിയാകാതെ വരണം. ഇപ്പം നമ്മൾ ഈ സമ്മേളനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയ മരണങ്ങളും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വലിയ വലിയ ഉസ്താദുമാരൊക്കെ മരിച്ച് ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അപ്പോൾ ചിലപ്പോൾ സമീപത്തുള്ള അവർക്ക് പണ്ട് കണ്ണിയത്ത് ഉസ്താദൊക്കെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ സമയത്ത് കിലോമീറ്ററുകളോളം ആളുകൾ വരി നിൽക്കുമ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ അവരെ വക വെള്ളവും കാര്യങ്ങളും ആൾക്കാർക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒളു ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക്, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കലുണ്ട്. എന്നതുപോലെ യാത്രക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ അടിമകളായ ആളുകൾ, അവർക്കും നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങളെ വലം കൈ ഉടമയിലാക്കിയത് എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശം അടിമകളാണ്. ആ സമ്പ്രദായം പിന്നൊന്നില്ല. അവസാനം അല്ലാഹു പറയാൻ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ, തീർച്ചയായിട്ടും അല്ലാഹു അവൻ പിന്നെ ദുരഭിമാനം നടിക്കുന്ന ധിക്കാരികളായ ആളുകളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാവിധി ചെയ്യണമെങ്കിൽ അവർ ദുരഭിമാനം നടിക്കുന്ന ആളുകളാകരുത്, ധിക്കാരികളാകരുത്. എന്നാൽ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കും, മാതാപിതാക്കളെ ബഹുമാനിക്കും, അതുപോലെ കുടുംബക്കാരെ ബഹുമാനിക്കും, യതീമുകളെ ആദരിക്കും, അഗതികൾക്ക് സഹായം ചെയ്യും, അതുപോലെ തന്നെ അയൽവാസികൾക്ക് സഹായം ചെയ്യും, അതുപോലെ പിന്നെ സുഹൃത്തുക്കൾക്ക് സഹായം ചെയ്യും. ഇതൊക്കെ അള്ളാഹു നേരെ എണ്ണി പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളെ, ദുരഭിമാനം നടിക്കുന്നവരെ, ഫഖ്ർ പറയാറില്ലേ, അവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അവരാരാണ്?
ഈ ധിക്കാരികൾ ആരാണ്? ദുരഭിമാനം നടിക്കുന്നവരാരാ? അല്ലദീന യബ്ഖലൂന വയഹ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളി വഅഅ്തദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീനാ. അവരെ അടയാളം പറയാണ്. അല്ലദീന, അവരൊരു കൂട്ടരായിരിക്കും. യബ്ഖലൂന, അവർ ലുബ്ധത കാണിക്കും, പിശുക്ക് കാണിക്കും. വയഉമുറൂന അന്നാസ ബിൽ ബുഖ്ൽ, അവർ ജനങ്ങളോട് പിശുക്ക് കാണിക്കാൻ കൽപ്പിക്കുന്നവരായിരിക്കും. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിൽ അവർ അത് അനുഗ്രഹങ്ങളെ മറച്ചു വെക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ വഅഅ്തദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീനാ. അല്ലാഹു പറയണം, അങ്ങനെയുള്ള സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷയെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് അപമാനകരമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം പറയുന്നെന്താ? അവര് പിശുക്ക് കാണിക്കുന്നവരായിരിക്കുന്നതാണ്. ഈ പിശുക്ക് കാണിക്കുക പറഞ്ഞാല് ഒരാൾ ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ ഒന്നായിട്ടാണ് ചെലവാക്കുകയാണെങ്കിൽ ഓനൊരു പിശുക്കനല്ല എന്ന് പറയാൻ വേണ്ടി, അങ്ങനല്ല. അതിലൊക്കെ ഒരു കാഴ്ചപ്പാട് വേണം. ചെലവഴിക്കുന്ന വിഷയത്തിൽ ഒരു മിതത്വം വേണം, ഓവറാക്കരുത്. ആ ഓവറാക്കാതിരിക്കുക എന്നുള്ളത് പിശുക്കിന്റെ അടയാളമല്ല. പിശുക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് എന്ത് ചെയ്യാം, ചെലവാക്കാതിരിക്കുക. പിന്നെ നല്ല കാര്യത്തിനൊക്കെ പറഞ്ഞാൽ മനുഷ്യന് എന്ത് ചെയ്യണം? നമ്മൾ അറിയില്ല, ഹാക്കം വഴിഞ്ഞ് സഹായിക്കാം. ഉസ്മാൻ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10,000 വീതം ദാനം ചെയ്തപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കിയല്ലോ. 10,000 വീതം ദിർഹം അദ്ദേഹം ചെലവാക്കി. പകൽ ചെലവാക്കി, രാത്രി 10,000, പരസ്യമായിട്ട് 10,000, രഹസ്യമായിട്ട് 10,000. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കിയല്ലോ. ബക്കർ അലി റളിയല്ലാഹു അൻഹു ആകെ മൂപ്പരെടുത്ത് 4 ദീനാറാണ് ഉണ്ടായിരുന്നു. 1 ദീനാർ രാത്രി കൊടുത്തു, 1 പകൽ കൊടുത്തു, 1 പരസ്യമായിട്ട് കൊടുത്തു, 1 രഹസ്യമായിട്ട് കൊടുത്തു. അവരെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി. അവരൊക്കെ വളരെ ഇഖ്ലാസോടുകൂടെ ചെയ്തതാണ്. അങ്ങനെ ഒന്നായിട്ട് മുഴുവൻ കൊടുത്ത സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഒരു തോട്ടക്കാരെ കഥ ഖുർആൻ പറയുന്നുണ്ടല്ലോ. 2 മക്കള്. ആ 2 മക്കളിൽ ഒരു മകന് വാപ്പാന്റെ സ്വത്ത് പകുതിയാക്കിയപ്പോൾ ഒരു മകന് മുഴുവൻ ധർമ്മം ചെയ്തു, ഒരു മകൻ ഒന്നും ധർമ്മം ചെയ്തില്ല. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് കൊടുക്കാനൊന്നുമല്ല. എന്നാലും പിശുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാലോ, ലുബ്ധ. നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ ഭയങ്കര മടിയേകാരം, സമ്മതിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, ബഖീലായ ഒരാള് അവന് അള്ളാഹുവിൽ നിന്ന് അകന്നവനും നരകത്തോട് അടുത്തവനും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നവനുമാണെന്നാണ്. നേരടിച്ചോ? കൊടുക്കുന്ന ആളോ ഓന് അള്ളാഹുവിനോട് അടുത്തവനാണ്, ജനങ്ങളോട് അടുത്തവനാണ്, സ്വർഗത്തോട് അടുത്തവനാണ്, നരകത്തിൽ നിന്ന് അകന്നവനുമാണ് എന്ന് പറയുന്നത്. ഈ ബുഖ്ല് പറഞ്ഞാല് വലിയൊരു പ്രശ്നമാണ്. ബുഖ്ല് ഒന്നുകൂടിയാണ്ട് കാട് കയറിയ അതിനാണ് ശുഹ് അറിയാം. ബുഖ്ലിന്റെ മുകളിലാണ് ശുഹ്. മനസ്സിന്റെ ആക്രാന്തത്തിൽ നിന്ന്, അതിമോഹം, ആര് രക്ഷപ്പെട്ടോ ഒരു വിജയികളാണെന്ന് ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയും. ശുഹ് പറഞ്ഞാല് ചെലവാക്കാൻ മടിയായിരിക്കും. അതിന്റെ പുറമെ ആരെടുത്ത് എന്ത് കണ്ടാലും അതെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും. ശുഹ് അറിയാം. ആരെടുത്ത് എന്ത് കണ്ടാലും തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും. എന്തായിരുന്നാലും ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി വല വീശും എന്ന് പറഞ്ഞെടുത്ത് പല നിലക്കുണ്ട്. പെണ്ണ് മുഖേന, ലഹരി മുഖേന ഒക്കെ വീശുന്നാണ്. അതിൽ ഒന്നേ അതറിയങ്ങള് ലുബ്ധതയാണ്. അതുകൊണ്ടാണല്ലോ ഖുർആന് വ്യഭിചാരത്തിന് ഫാഹിഷത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വ്യഭിചാരത്തിനാണ് ഫാഹിഷത്ത്, വൃത്തികെട്ട പ്രവർത്തനം എന്നാണ്. പിന്നെ ഖുർആൻ ഈ ഫാഹിഷത്ത് ഉപയോഗിച്ചതിനാണ് ബുഖ്ലിനാണ്, പിശുക്കത്തനം കാണിക്കാൻ. അതിനെന്തോ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഫാഹിഷത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്.
ചില നിലങ്ങൾ അവരെ പിന്നെ ഒരു നല്ല വസ്ത്രം കൂടി കൊടുക്കൂല. അതിനൊന്നും ഇപ്പോൾ പൈസ ചെലവാക്കണ്ട, എന്ത് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞു ഉണ്ടെങ്കിൽ അത് കാണണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ജീവിതത്തിൽ ഈ ചർച്ച നടക്കുകയല്ല, നല്ല വസ്ത്രം ധരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അള്ളാഹ് തന്നെ നിഅമത്തല്ലേ, അത് കണ്ടോട്ടെ എന്നാണ്. ഈ നിഅമത്ത് എന്നാൽ പല നിലക്കുണ്ട്. എല്ലാം നമ്മൾ വല്ലാതെ പ്രകടിപ്പിക്കാനും പാടില്ല, എന്നാ ആവശ്യത്തിന് വേണാനും, എന്നാ അനുഗ്രഹങ്ങൾ എല്ലാം ഇങ്ങനെ പറയണ്ട. നമ്മളെ ഉയർച്ചയും കാര്യങ്ങളും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല. കാരണം വേറൊന്നുണ്ട്, ഹസദ് എന്നൊരു സംഗതി ഉണ്ട്. അപ്പോൾ അത് കാരണത്താൽ നമ്മളെ ആ അനുഗ്രഹം നീ പോകാൻ അഗാധമായി ആഗ്രഹിക്കുന്നവര് കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോ അയൽപ്പക്കത്തൊക്കെ ഉണ്ടാവാം. അവര് അങ്ങനെ അസൂയ വന്നാൽ പിന്നെ ഒരു പല പണിയെടുക്കും. അതാണ് നമ്മൾ ഈ ഫലക്ക് സൂറത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. വേങ്ങര ഒരു അസൂയക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആ അസൂയക്കാരൻ നമുക്കെതിരെ പണിയെടുക്കാൻ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാണ്. നബിയോട് കടുത്ത അസൂയാണ് നബിക്ക് സീറ ചെയ്യാൻ കാരണം. അത് ലബീദ് ബിൻ അഅ്സമാണ് മുന്നിട്ടിറങ്ങിയത്. അവൻ്റെ മക്കളാണ്, പെൺമക്കളാണ് അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അതാണ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഓതുന്ന പെണ്ണുങ്ങളുടെ നാശത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ അഭയം തേടുന്നു എന്നറിയില്ല. പെണ്ണുങ്ങൾക്ക് അതിന് കൂടുതൽ വാസന ഉണ്ടാവും. ലബീദ് ബിൻ അഅ്സമിന്റെ 2 പെൺകുട്ടികളാണ് നബി തങ്ങൾക്ക് സീറ ചെയ്തത്. നമ്മൾ ഈ മുടി നഖമൊക്കെ എന്താണ് കുഴിച്ചിടണം എന്നാണ്. പിൻക്ക് സീറ ചെയ്യാൻ, ആ സീറ് ഭരിക്കാൻ ഏറ്റവും നല്ല എൻ്റെ ഒരു മുടി കിട്ടിയാൽ മതി. നബി തങ്ങളുടെ മുടി ഉപയോഗിച്ചില്ല. നബി ഹിദ്മ ചെയ്ത ഒരാളാണ് അത് പറ്റിച്ചത് മുമ്പ്. അതാണ് മുടി കുഴിച്ചിടണം എന്ന് പറയുന്നത്, നഖവും. അത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ഈ ഉമ്മാന്റെ പേരുമ്മ ചില കളികളൊക്കെ ഉണ്ട്. നമ്മളെ ഉമ്മാന്റെ പേര് വെച്ചാണ്. അപ്പോൾ സീറ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ നമ്മളോട് നിങ്ങൾ ഉമ്മാന്റെ പേരെന്താ വെച്ചാൽ പേര് മാറ്റി പറഞ്ഞെടുത്താൽ മതി. ആയിഷ എന്നാണ്, ഖദീജ കുട്ടിയാണ് അറിയാം, വനം ചെയ്യട്ടെ, വട്ടം കറങ്ങി ചാടിസ്ഥാനുള്ള നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം ഉണ്ടാക്കിയില്ലേ, ഈ കൊതുമ്പുണ്ടല്ലോ, ഈന്തപ്പനന്റെ കൊതുമ്പ് ഉപയോഗിച്ച് അതിലും മെഴുകിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്ത് ഉണ്ടാക്കിയത്. ഈ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞതന്നെ അതിൽ 11 കെട്ടുകൾ ഉണ്ടായിരുന്നു. അസൂയ മൂത്താണത്. അതിന് പ്രതിവിധിയായിട്ടാണ് ഫലക്കുൻ നാസ് ഇറങ്ങിയത്. അത് ബുഖ്ല് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അനുഗ്രഹങ്ങൾ കാണണം, എല്ലാവരോടും പറയണം എന്നല്ല, കണ്ടോട്ടെ. ചിലതൊക്കെ നമ്മൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ ഇസ്സത്ത് പോകും. ഇപ്പൊ നോക്കുങ്ങൾ എത്രയോ ആളുകൾ നല്ലൊരു ഫുഡും കൂടിയും കഴിക്കൂല, താല്പര്യം ഉണ്ടാവും, പക്ഷെ പൈസ ചെലവാകുന്നത്. ഇതാർക്കും ഉപകരിക്കാതെ പോകും ഈ പൈസ. അങ്ങനെ പിശുക്ക് കാണിച്ചാൽ എന്നാൽ ചില ആൾക്കാരുണ്ടാവും ദീർഘവീക്ഷണം തീരെ ഉണ്ടാവില്ല. 2 ദിവസം പണി ഉണ്ടായി, അപ്പം അതിന് കിട്ടിയതുകൊണ്ട് ചെമ്മീനൊക്കെ കൊടുത്തിട്ട് അന്ന് ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഉഷാറാക്കി, പിന്നെ ഒരാഴ്ച പട്ടിണിയായാലോ. അങ്ങനെയല്ല, ദീർഘവീക്ഷണം വേണം. എന്നാലോ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കുട്ടികൾ പറയണമെന്ന് നമുക്ക് ഇന്ന സാധനം കൊണ്ടല്ല അറിയാം, അതൊക്കെ പൈസ പോവടാ. അങ്ങനെ ആയാലും മോശമല്ലേ, മനുഷ്യന്റെ ഇസ്സത്ത് പോകൂലേ. ഉള്ളത് കൊണ്ട് ഓണം പോലെ അറിയില്ല നമ്മള്. അപ്പൊ പിശുക്ക് പാടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദൂർത്ത് വേണമെന്നൊന്നുമല്ല. അപ്പൊ അള്ളാഹു പറയാണ്, അവർ ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ ഈ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്തവർ, അല്ലദീന യബ്ഖലൂന, അവർ പിശുക്ക് കാണിക്കുന്നവരായിരിക്കും. മാത്രല്ല വയഉമുറൂന ബിൽ ബുഖ്, ജനങ്ങളോട് പിശുക്ക് കാണിക്കാൻ അവർ പറയുകയും ചെയ്യും. അതിന് ഓൽക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. 2 ആൾ കൂടിയിട്ട് പള്ളിയേക്ക് പോവുകയാണ്. അപ്പോൾ പിശുക്കനായ ആളുണ്ട്, ആളെ സുഹൃത്തുണ്ട്, 2 ആളും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഒരു ബക്കറ്റ് ഇങ്ങനെ സോഫ കൂടി വരുന്നുണ്ട്, ബക്കറ്റ് മാറി മാറി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, വേഗം പോക്കറ്റിൽ നിന്ന് 100 റുപ്യ എടുത്തു. ആ മറ്റും തോണ്ടണം, 100 ഇടണ്ടഷ്ട. എനിക്കറിയില്ല, യുദ്ധം തീർന്നിട്ടില്ല, ഗൾഫിലൊക്കെ ആകെ പ്രശ്നമാണ്. ഈ കോലത്തിൽ പോവുകയാണെങ്കിൽ ആകെ പ്രയാസമാവും. അപ്പോൾ ഓനിങ്ങനെ തോന്നും, ഇജ്ജ് പറയും പോലെ തന്നെ 10 രൂപ, 10 വെള്ളിയാഴ്ചക്ക് പറ്റി 100 മതിയല്ലോ. ആരുണ്ടാവും എന്നറിയില്ല.
ആരുണ്ടാവും അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് ആരുണ്ടാകാമെന്ന് അറിയില്ല. എന്നാലും ഈ അങ്ങനെയാണ്. അതാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കൂട്ടുകാരാക്കരുത് എന്ന് പറയാൻ കാരണം. ചിലയിടത്ത് മക്കൾക്ക് ചിലവാക്കണം എന്നുണ്ടാവും, വാപ്പാർക്ക് ഭയങ്കര പിശുക്കേകാരം, ഭയങ്കര രസമാണ് ചില വാപ്പാരെ കാര്യം. ഓല് മക്കൾക്ക് ഉണ്ടാക്കിയേക്കാരം. മക്കളൊക്കെ പള്ളിപ്പണിക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുമെന്ന് എഴുതിയാണ്ട് വാപ്പ എല്ലാം മരക്കളേറ്റും അടുത്തേക്ക് പരക്കം പായും. തിരുവാര് വരൂട്ട പള്ളിക്കൊന്ന് ഇനി ഒന്നായിട്ടൊന്നും എഴുതാൻ നിൽക്കണ്ട, പിന്നെ എത്ര എഴുതിയാൽ മതിയാറി. അള്ളാഹു നല്ലോണം കൊടുത്തുക്കും. കമ്മിറ്റിക്കാരാണെങ്കിലോ ഇവരൊക്കെ നല്ലോണം കണ്ടറിഞ്ഞുകൊണ്ടുള്ള ബഡ്ജറ്റ് കിട്ടിക്കുക. പക്ഷെ വാപ്പ എല്ലായിടത്തും ശ്വാസം വീപ്പില്ലാതെ മണ്ടും, ഇത്ര എഴുതിയാൽ മതി എന്നാണ്. എന്തിനാ അറ്റങ്ങൾ കൊടുത്തോട്ടെ, കൈസിലാകാനുള്ളൊരു മാർഗം. എത്ര ചിലവാക്കും നമ്മൾ കല്യാണത്തിനും സൽക്കാരത്തിനൊന്നും. ആ മൈലാഞ്ചി കല്യാണോ അല്ലെങ്കിൽ മഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ചെലവാക്കേണ്ടതിൻ്റെ വളരെ കുറഞ്ഞൊരംശം ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും അങ്ങനെ ആകരുത്. പ്രേരിപ്പിക്കാൻ വേണ്ട, കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ട. എത്ര കൊടുക്കണപ്പാ മക്കളെ കൊടുത്തലേ, അതല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. എത്ര ചെലവാക്കണം പല കാര്യങ്ങൾക്കും. പള്ളിക്കല്ലേ അതാറുണ്ടാവുമല്ലോ. ചിലപ്പോൾ ഖബർസ്ഥാൻ വാങ്ങാനായി കാരണം അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ചുരുക്കാൻ വേണ്ടിയുള്ള എല്ലാ പണിയും പരക്കം പാഞ്ഞെടുക്കുക. അങ്ങനല്ല വേണ്ട, അവർക്ക് പ്രചോദനം നൽകുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ഇവരെ സ്വഭാവം എന്താ, ഒരു ജനങ്ങളോട് പിശുക്ക് കാണിക്കാൻ വേണ്ടി കൽപ്പിക്കും. ഒരു പിശുക്ക് കാണിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരും അങ്ങനെ പിശുക്കന്മാരാകണമെന്ന് ഒലെന്തെയും പഠിപ്പിക്കും. അള്ളാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിനെ ഓല് മറച്ചു വെക്കുന്നതാണ്. അത് പ്രത്യേകം അഹ്ലി കിതാബികളെ പറ്റിയും കൂടി പറഞ്ഞാട്ടോ. അതായത് നമ്മൾ കരുതും ഈ അള്ളാഹ് അനുഗ്രഹം കൊടുത്ത് മറച്ചെക്കുന്ന പൈസ മറച്ചെക്കാണ്. അവിടെ അതല്ല. അവിടെ പ്രധാനമായിട്ട് എന്താ അറിയങ്ങൾ, അവിടെ അവർ മറച്ചെന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ. തൗറാത്തിലും ഇഞ്ചീലിലും അല്ലാഹു തആല ആ കാര്യം അറിയിച്ചിട്ട് അത് ഒരു മറച്ചു. അല്ലാഹു വലിയ നിഅമത്തല്ലേ ചെയ്തത്, വലിയ അനുഗ്രഹമല്ലേ ചെയ്തത്. അന്ത്യപ്രവാചകൻ വരുന്നത് വരെ അവര് ആ വരവിനെ പറ്റി പറഞ്ഞ് കാശുണ്ടാക്കി. അന്ത്യപ്രവാചകർ വന്നപ്പോ ഓല ആ വിഷയം മറച്ചു. റബ്ബിന്റെ വലിയ നിഅമത്താണ് അത്. ഓലെന്ത് ചെയ്തു, മറച്ചു വെച്ചു. അതാണ് പ്രത്യേകം പറയുന്നത്. എന്തായിരുന്നാലും വാഴ്ത്തതിനാലിൽ കാഫിരീന അദാബം മുഹീന, സത്യനിഷേധികളായ ആളുകൾക്ക് അപമാനകരമായ ശിക്ഷയെ നാം ഒരുക്കി വച്ചിട്ടുണ്ട്. അപമാനകരമായ ശിക്ഷ എന്നാണ്, നിന്ദ്യമായ ശിക്ഷ. ഇപ്പൊ ശിക്ഷ രണ്ട് രൂപത്തിലുണ്ട്. അപമാനകരമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടുള്ളതാണ്, അത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അപ്പൊ ഇവരെ സ്വഭാവം പറയാം. അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, പാവങ്ങളെ സഹായിക്കാത്ത ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ, ഓരോ ഒരു സ്വഭാവം ഒരു വല്ലാതെ പിശുക്ക് കാണിക്കും. അടുത്തെന്താ, വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅന്നാസ്, അവര് അവരുടെ സമ്പത്തിനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരായിരിക്കും. ഈ നേരത്തെ അതിന്റെ മുമ്പ് പറഞ്ഞ മറച്ചു വെക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം മാത്രമല്ല കേട്ടോ, സമ്പത്ത് പെട്ടുട്ടോ. അത് പ്രത്യേകം അവിടെ മറ്റേതുണ്ട് എന്ന് മാത്രം. അള്ളാഹ് കൊടുത്ത നിഅമത്തുകളെ പോലും മറച്ചൊക്കെയാണ്, ഇതിൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. അതിനാണ് ആക്ഷേപിക്കുന്നത്. പിന്നെ നബി തങ്ങളുടെ വിശേഷണങ്ങൾ. പിന്നെ ഇവിടെ പറയുന്നത് ചെലവാക്കും, പക്ഷെ അവരുടെ ഉദ്ദേശം എന്തേക്കാരം, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. ഈ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ മുതൽ ചെലവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നാളെ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നതിന് അല്ലാഹു തആല ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് വലിയ ഫലമുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ്. അതിനൊരു ഉദാഹരണം അല്ലാഹു തആല പറയുന്നുണ്ട്. അത് 45-ാമത്തെ പേജിലേക്ക് 266-ാമത്തെ ആയത്തിൽ അതാണ് പറയുന്നത്.
ലോകമാന്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെലവാക്കിയാൽ നാളെ അതിന് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. ാമത്തെ പേജിൽ 266. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയവദ്ദു അഹദുകും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅഗ്നാബ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ലഹു ഫീഹാ മിൻ കുല്ലിസ് സമറാത്ത് وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. أيود أحدكم നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്ത്? അൻ തകൂല ലഹു ജന്ന, അവർക്കൊരു തോട്ടമുണ്ട്. മിൻ നഖീലിൻ, ഈന്തപ്പനയുടെ, വഅനാബിൻ, മുന്തിരിയുടെ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. മാത്രമല്ല ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, ആ തോട്ടത്തിൽ മുന്തിരിയും ഈത്തപ്പഴം മാത്രമല്ല സർവ്വ ഫലങ്ങളുമുണ്ട്. വഅസ്വാബഹുൽ കിബറു, ഈ പറയപ്പെട്ട ആൾക്ക്, അതിന്റെ മുതലാളിക്ക് വയസ്സായി. വലഹു ദുർറിയ്യത്തുൻ ളുഅഫാ, അവന്റെ മക്കളാകട്ടെ ദുർബലരാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചെറിയ കുട്ടികളാണ്, അതല്ലെങ്കിൽ അവർ അംഗവൈകല്യമുള്ളവരാണ്. ഫഅസ്വാബഹാ ഇഅ്സാറുൻ, ആ തോട്ടത്തിലേക്ക് ഫീഹി നാറുൻ, തീക്കാറ്റ് വന്നു, അതിശക്തമായ തീക്കാറ്റ്. ഫഅ്തറഖത്, അങ്ങനെ അതിനെ കരിച്ചു കളഞ്ഞു. ഇത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക? നിങ്ങൾ ഒരാള് വയസ്സായി, അയാൾക്ക് ചെറിയ മക്കളാണ്. വയസ്സായി എന്ന് പറഞ്ഞ എന്തിനാ വെച്ചാൽ അയാൾക്ക് ജോലിക്കാൻ കഴിയില്ല. ചെറിയ മക്കളാണെന്ന് പറയാൻ കാരണം ഇനിയിപ്പോ വയസ്സായി ജോലിക്കാൻ കഴിയില്ലെങ്കിൽ മക്കളെ കൊണ്ടൊരു സുഖമുണ്ട്, അതുമില്ല. കാരണം ചെറിയ കുട്ടികളാണ്, ഒന്നുകിൽ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ ദുർബലര് എന്നാൽ ഓൽക്ക് അംഗവൈകല്യം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇയാൾക്ക് വയസ്സായും ചെയ്തു, പക്ഷെ ഇയാൾക്ക് തോട്ടമുണ്ട്, മുന്തിരിയുണ്ട്, ഈത്തപ്പഴം, എല്ലാ ഫലങ്ങളും ഉണ്ട്. നമുക്ക് ധൈര്യമാണ്, അന്നം മുടങ്ങൂല, നല്ല റാഹത്താണ്. ഒരു രാത്രിയിൽ പെട്ടെന്ന് തീക്കാറ്റ് വന്നിട്ട് ആ തോട്ടത്തെ മുഴുവൻ ഇല്ലാതാക്കി. ഇയാളെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. കാരണം ഇനി എല്ലാത്തിനും പരസഹായം തേടണം. ചെറിയ മക്കളാണ്, അയാൾക്കൊന്നിനും ആരോഗ്യമല്ല, തിന്നാനുള്ള വകുപ്പ് ആ ദുരന്തത്തോടെ മുട്ടിപ്പോയി. നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുവാന്ന് അള്ളാഹു ചോദിക്കാണ്. അങ്ങനത്തെ ഒരു ഗതി വരലിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുവാന്ന് ഇല്ല. ഇതേപോലെയാണ് ഒരാള് ഇഷ്ടം പോലെ സമ്പത്ത് ചെലവാക്കി, പക്ഷേ ലക്ഷ്യം മാറി, ലോകമാന്യായി. എന്നാല് ഇതൊക്കെ നമുക്ക് വേണ്ടൊരു ടൈമുണ്ട്, അതിന്റെ ഉപകാരം കിട്ടേണ്ട ഒരു ടൈം നാളെ മഹ്ശറിൽ. അന്ന് ഈ തോട്ടം ഉപകരിക്കാത്ത പോലെ, തീക്കാറ്റ് കൊണ്ടുപോയ പോലെ ഈ ചെലവാക്കിനവിടെ കൂലിയില്ലാതെ അടങ്ങാറാകുന്നൊരവസ്ഥ വരും. വയസ്സായ ഇയാൾക്ക് മക്കളെ കൊണ്ടൊന്നൊരു ഉപകാരമില്ല, അപ്പൊ ഇയാളെ മുതൽ തന്നെ വേണമല്ലോ. ഇതേപോലെ ഇയാൾ ഈ ചെലവാക്കിയത് നാളെ വലിയൊരു ഉപകാരം ലഭിക്കേണ്ട ഒരു സമയമാണ്, ശൂന്യായി, ഒരു ഫലവും ഇല്ലാതായി. അപ്പൊ അല്ലാഹു തആല അതൊരു ഉദാഹരണം പറഞ്ഞെന്നാണ് നമുക്ക്. ഉദാഹരണം പറയണം. അങ്ങനെ കുറേ ഉപമകൾ, 1000 ഉപമകൾ ഖുർആനിൽ മൊത്തം പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്. അതാണ് അപ്പൊ നോക്കി ഞാൻ നാത്തം വെച്ചോക്കു വല്ലദീന. ഇവിടെ അല്ലാഹു തആല പറയാണ് ഈ മോശപ്പെട്ട ആളുകളെ പറ്റി പറയുന്നത്. വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്നവരായിരിക്കും അവർ. വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിലും അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കൂട്ടർ അന്ത്യനാളിലും അല്ലാഹുവിലും അവർക്ക് വിശ്വാസമല്ല. നമ്മളിപ്പോൾ അന്ത്യനാളിലും അല്ലാഹുവിലൊക്കെ വിശ്വാസമുള്ള പോലെ തന്നെ കാരണം. പക്ഷെ നമ്മളെടുത്ത് എന്താ വരേണ്ടത് വെച്ചാൽ ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞ ആ സംഗതി വരികയാണ്, ചെറിയ ഷിർക്ക്.
അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ച് മാത്രം ചെയ്യേണ്ട ആ കാര്യം നമ്മൾ വേറെ ചില ലക്ഷ്യങ്ങൾ നമുക്ക് വരികയാണെന്നുള്ള അതുണ്ടാകരുത്. എന്നിട്ട് അവസാനമായി അല്ലാഹു പറയുന്നത് നോക്കൂ, അല്ലാഹു പറയാണ് ഒരാൾക്ക് ശൈത്വാൻ കൂട്ടുകാരനായാൽ ഫസാഅ ഖരീന, അവന്റെ കൂട്ടുകാരൻ എത്ര ഹീനമാണ് എന്നാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോ അൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, ശൈത്വാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, ചെലവഴിക്കണ്ട. ഖുർആനിൽ തന്നെ അല്ലാഹു തആല ചില ആയത്തുകളിൽ അത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. ആരാണ് അവനെ ഈ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അല്ലാഹു തആല ഒരുപാട് ആയത്തുകളിലൂടെ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പേരിന് പ്രശസ്തിക്ക് വേണ്ടിയ കോലി ചെലവാക്കുന്നതും മറ്റും പറഞ്ഞെടുത്ത്, അതായത് അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരാള് അങ്ങാടി പോവാണ്, നല്ലോ ശ്രദ്ധിക്കട്ടോ. ഒരാൾ അങ്ങാടി പോവാണ്. അങ്ങാടി പോയിട്ട് എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പലതും വാങ്ങുന്നുണ്ട്. ഗോതമ്പ് വാങ്ങുന്നുണ്ട്, അരി വാങ്ങുന്നുണ്ട്, ഈത്തപ്പഴം വാങ്ങുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തോലിന്റെ സഞ്ചിയിലാക്കിയിട്ട് ഏറ്റിക്കൊണ്ടുവരികയാണ്. വേറെ ആളിങ്ങനെ ഏറ്റിക്കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ആ സഞ്ചിക്കകത്ത് നിന്ന് അറിയാതിരുന്ന, ഇപ്പൊ നല്ല കനമുള്ള സാധനങ്ങളൊക്കെ ഇറന്നല്ലേ കരുതുക. ഒരാള് അങ്ങാടി പോയിക്കാണ്ട് ഒരു സാധനവും വാങ്ങിയില്ല, പക്ഷെ കുറച്ച് കല്ല്, ഒരു ഉപകാരം ഇല്ലാത്ത കുറെ കല്ല് ഒരു സഞ്ചിയിൽ ഇട്ടിട്ട് ആ കല്ല് തലയിൽ ഇങ്ങനെ ഏറ്റി വരിക. ആൾക്കാർ മറ്റുള്ളവർ കണ്ടെന്താ കരുതുക, എല്ലാവരും സാധനം വാങ്ങിയിട്ടുണ്ട്, മൂപ്പരും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ കല്ലുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? തിന്നാൻ പറ്റില്ലല്ലോ. ഇതേപോലെയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അതാണ് ഇതിനൊരു ഉദാഹരണം പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരാൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോൾ ഇവനൊന്നുമില്ല, ഒരു ഉപകാരം ഉണ്ടാവില്ല. ഏതുപോലെ അങ്ങാടിയിൽ നിന്ന് പോയിട്ട് ഒരു സഞ്ചിയിൽ കുറെ കല്ല് നിറച്ചു പോകുന്നവനെ പോലെയാണ്. അത് തിന്നാൻ പറ്റൂല, അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. ഇതുപോലെയാണെന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഉമുറുകും ബിൽ ഫഹ്ശാ. പിശാച് യഇദുകുമുൽ ഫഖറ, ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിശാചിന്റെ പരിപാടിയാണ്. വയഉമുറുകും ബിൽ ഫഹ്ശാ, നീചമായ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വ്യഭിചാരടക്കം. അപ്പോൾ പിശാചിന്റെ ഒരു പരിപാടി എന്ത്? ദാരിദ്ര്യത്തെ പറ്റി ഇങ്ങനെ പേടിപ്പിക്കും. ചെലവാക്കണ്ടട്ടോ, വല്ലാതെ ചെലവാക്കണ്ട, കടുത്ത പട്ടിണി വരാൻ പോവാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ബേജാറാവും. ശരിയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഗൾഫിൽ യുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് ഒരു പത്രവാർത്തന വന്നാൽ മതി, കടുത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പല ആളുകളും അങ്ങനെയാണ്. അങ്ങാടിയിലൊന്നും കച്ചവടം നടക്കാത്തൊരവസ്ഥ വരെ അങ്ങനെയാണ്. ഇപ്പൊ ഒറ്റടിയുമാണ് അറിയാം. എന്താ ആളുകൾ പേടിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടാവും, പക്ഷെ ചെലവാക്കും, ഒന്ന് പിടിച്ചേക്കും. ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ ഒന്നായിട്ട് ചെലവാക്കണം എന്നല്ല, പക്ഷെ പിശാച് അങ്ങനെ പേടി നമ്മളെ മനസ്സിലിട്ടുകൊണ്ടേയിരിക്കും. അവന്റെ സ്വഭാവമാണ്. അതാണ് ഇവിടെ ഈ ആയത്തിൽ അവസാനം പറയുന്നത്. ഒരാളെ കൂട്ടുകാരൻ ശൈത്വാനാണെങ്കിൽ അവന്റെ ആ കൂട്ടുകാരന്റെ കമ്പനി വളരെ ഹീനമാണെന്നാണ്. ശൈത്വാന് നിരന്തരം ഇത്തരം കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂലാക്കട്ടെ. നമുക്ക് യാസീൻ ഓതാനുണ്ട്. മഹാനായ ആലിക്കുട്ടി ഉസ്താദ്, അദ്ദേഹത്തിന്റെ പേരിൽ നമുക്ക് പ്രത്യേകം ദ്വാരക്കാനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഉസ്താദ് കൂടിയായിരുന്നു. പിന്നെ ആലിക്കുട്ടി ഉസ്താദ് മാത്രമല്ല, നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വലിയ പ്രചോദനം എന്നെ സംബന്ധിച്ചിടത്തോളം നൽകിയിരുന്ന ഈ രണ്ട് പേരിൽ ഒരാളാണ്. ഒന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുള്ള കാലത്ത് ഭയങ്കര ആ വിഷയത്തിലൊരു നല്ലൊരു പ്രചോദനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇങ്ങനെ ചോദിക്കും. അതേമാതിരി ആലിക്കുട്ടി ഉസ്താദ് അന്വേഷണങ്ങൾ, ഖുർആൻ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ട് മോനെ, ജോറായിട്ട് നടക്കണില്ലേ, ഇങ്ങനെ ചോദിക്കുക.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം, ഈ ജനറൽ സെക്രട്ടറിമാരുടെ ആ വരവന്നെ അതിൻ്റെ ആ ഡേറ്റൊക്കെ നോക്കി നിങ്ങൾ, 1996 ഷംസുൽ ഉലമ വഫാത്താകുന്നത്. പിന്നെ ചെറുശ്ശേരി ഉസ്താദ് വന്ന് 2016 ചെറുശ്ശേരി ഉസ്താദ് വഫാത്താകുന്നത്. 26 ആലിക്കുട്ടി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരാൾ 40 വർഷം, ഒരാൾ 20 വർഷം, ഒരാൾ 10 വർഷം, ഇങ്ങനെയൊക്കെയാണ് ആ മേഖലയിലിരുന്നത്. ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭയങ്കര വിനയത്തിന്, അപ്പം എല്ലാവരും പറഞ്ഞ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ ഉസ്താദ് കൂടിയായതിന് നമ്മൾ പഠിക്കേണ്ട കാലത്ത് നമുക്കറിയാം, ഭയങ്കര വിനയാന്യതനായിരുന്നു. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോ, പണ്ട് നാട്ടിക ഉസ്താദ് എപ്പോഴും പറയും, എനിക്ക് ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവമാണ്, പിന്നെ ആലിക്കുട്ടി ഉസ്താദിന് പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വഭാവമാണ് എന്ന് പറയാറുണ്ടായിരുന്നു തമാശ രൂപത്തിൽ. ഭയങ്കര ലാളിത്യത്തിൻ്റെ ആളായിരുന്നു, അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു സ്കൂൾ അധ്യാപകനോട് പറഞ്ഞേ, ഇന്ന സ്കൂൾ അധ്യാപകനാക്കിയത് ആരാണ്? ആലിക്കുട്ടി ഉസ്താദാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ എനിക്ക് സുബൈക്ക് ക്ലാസ് ഉള്ളത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ക്ലാസ് ഉള്ളത് മീനാർക്കുഴിയാണ്. ഞാൻ അവിടെ നിന്നാണ് വരേണ്ടത്. മീനാർക്കുഴിയാണ് ഉസ്താദ് ആദ്യമായിട്ട് ദർസ് നടത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് ദർസ് നടത്താൻ വേണ്ടി മീനാർക്കുഴി വലിയൊരു സംഭവമാണ്. ഉസ്താദ് ഞങ്ങളോട് ക്ലാസ്സിൽ ജാമീന്ന് ഇടക്കിടക്ക് പറഞ്ഞിരുന്നു. ഇപ്പം ഒന്ന് പോന്നപ്പം എന്നെ ഇങ്ങോട്ട് എത്തിച്ചേരേണ്ട ആള് ആ കഥ പറഞ്ഞൊന്നും എനിക്ക്. കാരണം കോട്ടുമല ഉസ്താദിനോട് ഞങ്ങൾക്കൊരു മുദരീസിനെ വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ കോട്ടുമല ഉസ്താദ് എന്ത് ചെയ്തു? ആലിക്കുട്ടി ഉസ്താദിനെ മുദരീസായി കൊടുത്തു. ഒരു കാരണന്മാരെല്ലാവരും കൂടി നിന്നിട്ട് പറഞ്ഞു, അത് കാണാനൊരു വാരിയില്ലായിരുന്നു പറഞ്ഞു. ചെറിയ, അതായത് അത്രയും ചെറുപ്പാണ്, താടി മീശയൊന്നും വല്ലാതില്ല. അപ്പം അത് മീറാബിലൊന്നും നിന്നിട്ടേ വലിയ താടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാനൊരു, എങ്ങനെ പറഞ്ഞാൽ കാണാനൊരു കൂനലില്ലാരണം പോലെ. അപ്പോൾ പുറത്തേക്കില്ലെങ്കിൽ ഉള്ളിക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അത് മതിയാരണം പോലെ കോട്ടുമല ഉസ്താദ്. അങ്ങനെയാണ് പിന്നെ ആലിക്കുട്ടി ഉസ്താദിനെ പിന്നെ ഖതീബാക്കിയിട്ട് ഖാദിയാക്കി നിശ്ചയിച്ചു കൊടുത്തത്. ഇന്നിപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ക്ലാസ്സിൽ പറയുന്നുണ്ടാവും, ഉസ്താദിനെ പറ്റി പറയില്ല, ഒരു മൗലിയാറ്റി അങ്ങനെ പറയാം. ഒരു മൗലിയാറ്റി പണ്ട് ഒരു മഹലിൽ നിന്നിട്ട് ഉസ്താദ് ഞങ്ങളോട് പറയും, പിന്നെ മഹല്ല കമ്മിറ്റിക്കാരൊക്കെ പാടെ ആ മൗലിയാറ്റിൻ്റെ ഉസ്താദിനോട് ചെന്ന് പറഞ്ഞ പോലെ, മൗലിയാര് പോരാ, താടി മീശൊന്നുമില്ല. ഉസ്താദിനെ പറ്റിയൊക്കെ പറയാം, അങ്ങനെ പറയാം ഞങ്ങളോട് പറയുമ്പോൾ. എന്തായിരുന്നാലും അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില പ്രബന്ധങ്ങളൊക്കെ അന്തർദേശീയ രംഗത്തൊക്കെ വലിയ ചർച്ച ഉണ്ടാക്കിയതാണ്. ഈ സൂഫി സമ്മേളനം, അതുപോലെ തന്നെ മീലാദ് സമ്മേളനം. പണ്ട് മുഅമ്മർ ഖദ്ദാഫിയുള്ള കാലത്ത് ട്രിപ്പോളിയിൽ 70 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന നബിദിന സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആലിക്കുട്ടി ഉസ്താദ് പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് അദ്ദേഹം പോയെന്ന് ഈ ഖദ്ദാഫി ഇമാമെന്നൊക്കെ. അദ്ദേഹം ഒരു ഹാഫിളാണ്, ഹാഫ് ഹാഫിളാണ്, 15 ദിവസത്തോളം കാണാൻ പഠിച്ചെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഉസ്താദ് അവറുകൾ അദ്ദേഹം പിന്നെ ആ മേഖലയിലൊക്കെ വലിയ കഴിവ് തെളിയിച്ച ആളാണ്. വളരെ ശാന്തമായ ഒരു പ്രകൃതമായിരുന്നു. എനിക്ക് ഉസ്താദിനെ കൊണ്ട് കിട്ടിയ വലിയൊരു ദന്തശാല് 2016, ഞാൻ ഇന്നും ആ ഡേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി, മാർച്ച് 6-ാം തീയതി 2016 എനിക്ക് ആ സ്ട്രോക്ക് വന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേ ഉസ്താദ് വീട്ടിൽ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, നമ്മൾ ഭയങ്കര ഒരു ഇടങ്ങേറ് പിടിച്ചൊരു സമയമാണല്ലോ, അപ്പോൾ നമുക്ക് ചില അക്ഷരങ്ങളൊന്നും ഉണ്ടാകാൻ കഴിയൂല, ക്ലാസ്സൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഉസ്താദ് വന്ന്, മോനെ ബേജാറാണ്ട, എനിക്കും വന്നീനു എന്ന് പറഞ്ഞിട്ട് അതിന് ആത്മീയമായിട്ടൊരു കാര്യം ഉസ്താദ് പറഞ്ഞത് സ്വലാത്തുൽ ഫാത്തിഹാണ്. എൻ്റെ ഡയറിയിൽ ഉസ്താദ് സ്വലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ എഴുതി, സ്വലാത്തുൽ ഫാത്തിഹ് എഴുതി തന്നിട്ട് അടിയിൽ ഉസ്താദ് ഒപ്പിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇജാസത്ത് തരണം മോനെ, ഇനി ആർക്ക് സ്ട്രോക്ക് വന്നാലും ഓൽക്കിത് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സുബൈൻ്റെ ശേഷം 101 വട്ടം ചെല്ലുന്നത്. അപ്പോൾ അടുത്താണ് കൂരിയാട്ടത്തെ ഉസ്താദ് എനിക്ക് വിളിച്ച്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഉടനവിടെ വന്ന് മൂപ്പർക്കിത് പറഞ്ഞു കൊടുത്തു. ഉസ്താദ് പറഞ്ഞതാണ് ആർക്കിതുണ്ടായാലും ചെന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. പിന്നെ ആരെന്നെ വിളിച്ച് ചോദിച്ചാലും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും. അപ്പം എനിക്ക് തോന്നിയ അന്ന് അൽഹംദുലില്ലാ ഉസ്താദിന് ഒരു വലിയൊരു മഹാന് പറഞ്ഞു കൊടുത്താണ്, അങ്ങനെ താവകയായിട്ട് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും
നമ്മൾ ഈ മൗത്തുൽ അനാലം അതിനെ അന്വർത്ഥമാക്കണം. സ്വലാത്തുൽ ഫാത്തിഹ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അതാണ് സ്വലാത്തുൽ ഫാത്തിഹ. അതിങ്ങനത്തെ ഇത് സംഭവിക്കുമ്പോൾ സുബഹി സ്കരിച്ചതിൻ്റെ ശേഷം സാധാരണ ചെല്ലാനുള്ള ദിക്ർ ചെല്ലിയതിൻ്റെ ശേഷം 101 പ്രാവശ്യം ചെല്ലാനാണ് ഉസ്താദ് കൽപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ വലിയ സംഗതികളാണ്. ഏതായിരുന്നാലും പിന്നെ മൗത്തുൽ ആലം എന്നാണ്. പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ്. അതിനെ അനർത്ഥമാക്കുന്ന രൂപത്തിലുള്ള മരണങ്ങളാണ്. അല്ലാഹു തആല പകരം തരാൻ കഴിവുള്ളവനാണ്. പടച്ച റബ്ബ് അങ്ങനെയുള്ള ആലിമീങ്ങളെ നമുക്ക് പകരം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് ദ്വാരക്കാനൊക്കെ യാസീനോദാനുണ്ടല്ലോ, ഓതിക്കോട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. صدق الله العلي العظيم.